ഹലോ മൈ ഡിയേഴ്സ്, നമുക്കിന്ന് 6ാം ക്ലാസ്സിലെ 6ാമത്തെ പാഠം ഗുണിതങ്ങളും ഘടകങ്ങളും ഒന്ന് നോക്കിയാലോ. അപ്പോൾ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും എണ്ണാൻ അറിയില്ലേ? 1 2 3? ഓ, അതൊക്കെ അറിയാലേ. അങ്ങനെയാണെങ്കിൽ ഗുണന പട്ടിക അറിയോ? ഗുണന പട്ടിക 2ന്റെ ഓക്കെയാണ്, 3ന്റെ കുറച്ചും കൂടി ഓക്കെയാണ്, 5ന്റെ നല്ല ഓക്കെയാണ്, 10ന്റെ സൂപ്പറാണ്. അതിൻ്റെ ഇടയിലുള്ള 6 7 8 4 ഇവരൊക്കെ കുറച്ച് പാടാണ് ഇല്ലേ? അപ്പം നമുക്കതൊക്കെ ശരിയാക്കണം കേട്ടോ. അപ്പോൾ ഗുണിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഗുണിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗുണിക്കുക അല്ലേ. ഇപ്പം നിങ്ങളോട് പറയാണ് 2ന്റെ ഗുണിതപ്പട്ടിക എന്ന് എഴുതുമോ ചോദിക്കുകയാണ് ഞാൻ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? അത് പറയാത്ത ഈസി ആയിട്ട് എഴുതാമല്ലോ. നമ്മൾ പറയും 2 2 4 6 8 10 12 ഇങ്ങനെ നിങ്ങൾ ഗുണനപ്പട്ടിക നിങ്ങൾ പറഞ്ഞു തരൂ അല്ലേ. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കണം കേട്ടോ. 2ന്റെ ഗുണിതങ്ങൾ 2 4 6 8 10 12 അങ്ങനെയാണ് അറിയാം. ഇനി 3ന്റെ ഗുണിതം പറയാമല്ലോ. 3ന്റെ ഗുണിതം നിങ്ങൾ പറയും അതും അറിയാം, ഞങ്ങൾക്ക് 3ന്റെ ഗുണിതം അറിയാം. എങ്ങനെ എഴുതാം? നമുക്ക് 3 6 9 12 15 ഇങ്ങനെ അതും അറിയാമെന്ന് പറയും. ഇനി ചോദിക്കുകയാണ് അങ്ങനെയാണ് 4ന്റെ 4ന്റെ നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പോൾ ഇനി നോക്കാം കേട്ടോ. 2ന്റെയും 4ന്റെയും ഗുണിതങ്ങൾ നോക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് 4ന്റെ ഗുണിതം കൂടി ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ 4ന്റെ ഗുണിതം എഴുതുകയാണെങ്കിൽ ഇത് അവിടെ എഴുതാം. എങ്ങനെ എഴുതാം? 4 1 4 4 4 8 4 12 4 16 4 20 ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമല്ലേ. ഈ 2ന്റെ ഇവിടെ എഴുതാം കേട്ടോ. 2 4 6 8 10 ഇതെന്താണ്? ഇത് 2ന്റെ ഗുണിതങ്ങളാണല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം 2ന്റെയും 4ന്റെയൊക്കെ ഗുണിതങ്ങൾ നിങ്ങൾക്ക് അറിയണത് തന്നെയാണ്. ഇനി ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. 4ന്റെ ഗുണിതങ്ങൾ ഇവിടെ നോക്കുമ്പോൾ ഇതാ ഈ 4ന്റെ ഗുണിതത്തിന് ഈ 4 എന്ന് പറഞ്ഞാൽ നോക്ക്, ഇതൊക്കെ 4ന്റെ ഗുണിതങ്ങൾ നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ 4 എന്ന് പറഞ്ഞാൽ ഈ 2ന്റെ ഗുണിതത്തിൽ ഇതാ ഇവിടെ 4 ഉണ്ട് അല്ലേ. ഇവിടെ 4 × 1 ആണ്. ഇവിടെ എന്താണ്? 2 × 2 ആണല്ലേ അത്. ഇനി അടുത്തത് 8. അടുത്ത ഈ 8 എന്ന് പറഞ്ഞാൽ ഇതാ ഈ 8 എന്ന് പറഞ്ഞാൽ നമുക്ക് 8നെ എങ്ങനെ എഴുതാം? നമുക്ക് 4 × 2 എന്ന് എഴുതാം അല്ലേ 8നെ. അപ്പോൾ ഇതാ ഇവിടെ 8 ഉണ്ട്. ഇവിടെ എങ്ങനെ എഴുതാം? 2 × 4 എന്ന് എഴുതാം. ഇനി അടുത്ത് 12 നമുക്ക് ഇവിടെ അടുത്ത് 12 ആണ്. അപ്പോൾ ഇവിടെ 12 നമുക്ക് ശരിക്കും 4 × 3 എന്ന് എഴുതാം. ഇവിടെ 12 നമുക്ക് എങ്ങനെ എഴുതാം? 2 × 6 എന്ന് എഴുതാം. അപ്പോൾ നോക്ക്, ഇതെന്താ? 4ന്റെ ഗുണിതങ്ങൾ 4ന്റെ ഗുണന പട്ടികയിൽ വരണ ഈ ഗുണിതങ്ങളൊക്കെ 2ന്റെ പട്ടികയിലും വരണവരാണ് അല്ലേ. ആണല്ലോ. ഇതാ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഇതാ 4 ഇതെന്താണ്? 4ന്റെ ഗുണന പട്ടികയാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഈ 4 എന്ന് പറഞ്ഞാൽ അതെന്താണ്? 2 × 2 ആണ്. ഈ 8 എന്ന് പറഞ്ഞാൽ 2 × 4 ആണ്. ഈ 12 എന്ന് പറഞ്ഞാൽ 2 × 6 ആണ്. ഈ 16 പറഞ്ഞാൽ 2 × 8 ആണ്. 20 എന്ന് പറഞ്ഞാൽ 2 × 10 ആണ്. നോക്കുക, അപ്പോൾ ഇതൊക്കെ ഈ 4ന്റെ ഗുണിതങ്ങളൊക്കെ എന്താണ്? 2ന്റെയും ഗുണിതങ്ങളാണ്. എന്താണ് ഗുണിതങ്ങൾ എന്ന് പറഞ്ഞാൽ? നമുക്ക് ഗുണിച്ച 4നെ ഇങ്ങനെ 1 2 3 4 കൊണ്ട് ഇങ്ങനെ ഗുണിച്ചാൽ കിട്ടണം ഈ സാധനങ്ങൾക്ക്, ഈ നമ്പേഴ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഗുണിതങ്ങൾ. അത് 4നെയും കൊണ്ട് ഗുണിക്കുമ്പോൾ അത് 4ന്റെ ഗുണിതങ്ങളാവും. അതേപോലെ 2നെയും കൊണ്ട് ഈ 1 2 3 4 നമ്പേഴ്സിനെ ഗുണിക്കുമ്പോൾ കിട്ടുന്നത് ഇതെന്താണ്? ഇത് 2ന്റെ ഗുണിതങ്ങളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലായി? ഈ 4ന്റെ ഗുണിതങ്ങൾ എല്ലാം 2ന്റെയും ഗുണിതങ്ങളാണെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ അടുത്ത ഇവിടെ ഒരു ഡാഷ് കൊടുത്തിട്ടുണ്ട്. അവിടെ എഴുതുകയാണെങ്കിൽ ഇവിടെ എഴുതാം. നമുക്കിവിടെ 4 ഇവിടെ എഴുതാം 4 ഇവിടെ നോക്കൂ 1 2 3 4 5. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? 6. 4 × 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 24. ഇനി ഇവിടേക്ക് വരുമ്പോൾ 24 വരുമ്പോൾ ഇവിടെ 2 × 2നെയും കൂടി ചെയ്യാൻ പറ്റും. 2 ഇവിടെ നോക്ക് 2 4 6 8 10. ഇനി 2 × 12 ആണ് എന്ത്? 24. ഇനി അടുത്ത വേണം നമുക്ക് 4 × 7. 4 × 7 28 എന്ന് കിട്ടണം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും 2 × 14 28 എന്ന് കിട്ടും. അങ്ങനെ 4ന്റെ ഏത് ഗുണിതം എഴുതിയാലും അതൊക്കെ എന്താണ്? അതൊക്കെ 2ന്റെയും ഗുണിതമാണ്. 4നോട് 2 പറയണേ. നീ എങ്ങനെ എഴുതിയാലും അതൊക്കെ എന്നെ കൊണ്ട് എഴുതാൻ പറ്റുമെന്ന് പറയണം. അപ്പോഴാണ് നമ്മൾ 6 വരുന്നത് കേട്ടോ.
അപ്പോൾ 6 ആണ് എൻ്റെ കാര്യം എന്നെ നോക്കട്ടെ എന്ന് പറയാണ്. എൻ്റെ കാര്യം ഇങ്ങനെ നോക്കാം. അപ്പോൾ നമ്മളിത് 6ൻ്റെ ഗുണനപ്പട്ടിക എഴുതി. 6 × 1 6, 2 6 × 2 12, 6 × 3 നിങ്ങൾ എങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു? ചിലർ 1 6 6 20 12 അങ്ങനെ പഠിക്കും. ചിലർ സ്റ്റാർ വെച്ചിട്ട് 1 * 6 = 6, ഇംഗ്ലീഷ് മീഡിയക്കാർ അങ്ങനെ പഠിക്കും. അങ്ങനെ ഇത് 6 × 1 6, ഇത് 6 12 18 24 30, ഇതല്ലേ നമ്മൾ 6ൻ്റെ ഗുണനപ്പട്ടിക വരണത്? അതെ. അപ്പോൾ ഇനി 6ൻ്റെ ഗുണനപ്പട്ടിക എന്ന് പറഞ്ഞാൽ 6നെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ 6നെ നമുക്ക് 2 × 3 എന്ന് എഴുതാം. അപ്പോൾ 6ൻ്റെ ഗുണിതങ്ങൾ, 6ൻ്റെ ഗുണിതം ഏതാണ്? ഈ 6നെ കൊണ്ട് ഈ ഗുണിച്ച ഇതൊക്കെ 6ൻ്റെ ഗുണിതങ്ങളാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ 2ൻ്റെയും 3ൻ്റെയും ഗുണിതങ്ങളാവുന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? അപ്പോൾ നോക്കി, ഈ 6 എന്ന് പറഞ്ഞാൽ നമുക്ക് 2 × 3 6ആണ്. അത് 3 കൊണ്ട് ചെയ്യുമ്പോൾ 3 × 2 6ആയി. ഇനി അടുത്ത് 12 അപ്പോൾ 12 എടുക്കുമ്പോൾ ഈ 2ഉം 3ഉം പറയും അത് എൻ്റെ ഗുണിതമാണ്, എൻ്റെ ഗുണിതമാണ്. 2 പറയും എന്നെ കൊണ്ടേ 6നെ കൊണ്ട് ഇൻഡ് ചെയ്യുമ്പോൾ 12 കിട്ടുവടാ എന്ന് പറയുമ്പോൾ 3 പറയും എന്നെ കൊണ്ടേ 4നെ കൊണ്ട് ഇൻഡ് ചെയ്യുമ്പോൾ 12 കിട്ടുവടാ എന്ന് പറയും. അപ്പോൾ അടുത്ത 6 × 3 18. അപ്പോൾ പറയും 2 പറയും അതും എൻ്റെ ഗുണിതമാണ് കേട്ടോ 18. എന്താണ്? 2 × 9 18ആണ്, 3 × 6 18ആണ്. അപ്പോൾ 6 × 4 24. അയ്യോ, അതും എൻ്റെ ഗുണിതാണ്. ആരാ പറയണത്? 2ഉം 3ആണ് പറയണത് കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ കിട്ടി. ഇനി 6 × 5 30. അപ്പോഴും ഇവർ രണ്ടുപേരും പറയും അതും ഞങ്ങളെ 2 ഗുണിതങ്ങൾ തന്നെയാണ് പറയും. അപ്പം ഞാൻ അടുത്തത് 6 × 6 എടുത്തു. 6 36ആണ്. അപ്പോൾ ഈ 2 പറഞ്ഞു അത് എൻ്റെ ഗുണിതം തന്നെ ആടാ. 2 × 18 ആണ്. 2 × 18 കേട്ടോ. 18 ആണ് 36 വരുന്നത്. അപ്പോൾ 3നെ കൊണ്ട് ഇൻഡ് ചെയ്യുമ്പോൾ 3 പറയും അതും എൻ്റെ ഗുണിതാണ്. അത് 36 പറഞ്ഞാൽ 12, അതും എൻ്റെ ഗുണിതാണെന്ന് പറയും. അപ്പോൾ നോക്ക്, ഇവിടെ നമ്മൾ ഒരു നമ്പറിന് ഇവിടെ എന്താണ് നമ്മൾ കണ്ടുപിടിക്കാൻ നമുക്ക് നമ്മൾ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയണത് അല്ലേ. അപ്പോൾ ഒരു സംഖ്യയുടെ ഗുണിതത്തിൻ്റെ ഗുണിതങ്ങളെല്ലാം ആ സംഖ്യയുടെ ഗുണിതങ്ങളാണ്. എന്താ അപ്പോൾ ഇത് പറഞ്ഞത് അല്ലേ? ഒരു സംഖ്യയുടെ ഗുണിതത്തിൻ്റെ ഗുണിതങ്ങൾ അത് നമുക്ക് നമ്പർ വെച്ചിട്ട് എടുക്കാം. 6. അപ്പോൾ ഇവിടെ നമ്മൾ 6 എടുക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ 6 എടുത്തു. ഈ 6ൻ്റെ ഗുണിതാണ് 2 × 3, 6ൻ്റെ ഗുണിതാണ്. അപ്പോൾ ഈ ഗുണിതങ്ങളെല്ലാം ഈ 6ൻ്റെ ഗുണിതങ്ങളെല്ലാം ഈ 2ൻ്റെയും 3ൻ്റെയും ഗുണിതങ്ങളാണെന്നാണ് പറഞ്ഞത്. 6നെ എങ്ങനെ എഴുതിയാലും ഇപ്പോൾ 6 × നമ്മൾ വലിയ നമ്പർ എഴുതി. ഇപ്പോൾ 5234 എഴുതി. ഈ കിട്ടുന്ന ഒരു നമ്പർ ഉണ്ടാവില്ലേ, ഇവിടെ വലിയൊരു നമ്പർ കിട്ടില്ലേ? ആ നമ്പർ എന്ന് പറഞ്ഞാൽ അത് 2നോട് ഏതോ നമ്പർ ഇൻറ്റു ചെയ്യുമ്പോൾ ഈ നമ്പർ കിട്ടും, 3നെ ഏതോ നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ഇത് കിട്ടും. അതായത് ഈ 6ൻ്റെ എല്ലാ ഗുണിതങ്ങളും ഈ 2ൻ്റെയും 3ൻ്റെയും ഗുണിതങ്ങളാണെന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? നമുക്ക് പറയുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് പറയാം ഇങ്ങനെ. ഇപ്പോൾ നമ്മൾ എഴുതിയില്ലേ, അതായത് ഗുണിതങ്ങൾ പറഞ്ഞില്ലേ, അതായത് അപ്പോൾ നമുക്ക് പറയാം അത് ആ ഗുണിതങ്ങൾക്ക് അതെന്താണ്, അതിൻ്റെ ഘടകങ്ങളാണെന്ന് പറയാം. ഇവിടെ പറഞ്ഞാൽ നമുക്ക് ഇത് കൊണ്ട് ചെയ്താൽ നമുക്ക് ശരിക്കും മനസ്സിലാവും. ചുവടെ പറയുന്ന ഗുണിതങ്ങളെയെല്ലാം മറ്റേതെല്ലാം സംഖ്യകളുടെ ഗുണിതമാണെന്ന് പറയുക. ഏതൊക്കെയാണെന്ന് എഴുതാൻ പറ്റില്ല, ഇതൊക്കെ പറഞ്ഞാൽ മതി. 8ൻ്റെ ഗുണിതങ്ങൾ. 8 നമുക്ക് എങ്ങനെ എഴുതാം? 8 നമുക്ക് 8 = 2 × 4 എന്ന് എഴുതാം അല്ലേ? ആണല്ലോ. അപ്പോൾ ഈ 8 എന്ന് പറഞ്ഞാൽ 2ൻ്റെയും 4ൻ്റെയും 8ൻ്റെ ഗുണിതങ്ങളെല്ലാം 2ൻ്റെയും ഗുണിതങ്ങളാണ്, 4ൻ്റെയും ഗുണിതങ്ങളാണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? 2ഉം 4ഉം ആണ്. മനസ്സിലായോ? ഇനി 10ൻ്റെ ഗുണിതങ്ങൾ എന്ന് പറഞ്ഞാൽ 10നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 5 എന്ന് മാത്രമേ 10നെ എഴുതാൻ പറ്റുള്ളൂ അല്ലേ? വേറെ ഒരു 5ൻ്റെയും 2ൻ്റെയും ഗുണിതപ്പട്ടികയിൽ മാത്രമേ 10 വരുന്നുള്ളൂ. 3ൻ്റെയും 4ൻ്റെയും 6ൻ്റെയും 7ൻ്റെയും 8ൻ്റെയും ഒന്നിലും 10 വരുന്നില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ആക്കി എഴുതാം? ഇവിടെ ഇതിൻ്റെയൊക്കെ ഏതൊക്കെയാണ് ഏതെല്ലാം സംഖ്യകളുടെ നില ക്വസ്റ്റ്യൻ. അപ്പോൾ 2ൻ്റെയും 5ൻ്റെയും ആണ്. ഇനി ഇവിടെ 12 നമുക്ക് 2 ഗുണിതപ്പട്ടികയിൽ വരുന്നുണ്ട്. അതായത് 12 2ൻ്റെ ഗുണിതപ്പട്ടികയിൽ വരുന്നുണ്ട്. 2 × 6 18 ആണ്. ഇനി അടുത്തത് 3ൻ്റെയും വരുന്നുണ്ട്. 3 × 4 12 അല്ലേ? വേറെ വരുന്നുണ്ടോ? വേറെ പിന്നെ 6 വരുന്നുണ്ട്. 6 6 × 2 ഇതും സെയിമാ. 2 × 6 6 × 2 സെയിമാ. അപ്പോൾ ഇവിടെ ഏതൊക്കെ സംഖ്യകളാണ്? 2 ഉണ്ട്, 6 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. ഇവിടെ എത്ര ഉണ്ട്? 4 എണ്ണം ഉണ്ട് അല്ലേ? മനസ്സിലായി? ഇതാണ് ഇവരുടെ ഘടകങ്ങളാണ് കേട്ടോ. ഇനി ഇവിടെ അതിൽ താഴെ പറഞ്ഞ ക്വസ്റ്റ്യൻ നോക്കാം.
ചുവടെ പറയുന്ന ഓരോന്നും ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കുക. ശരിയായവ എന്തുകൊണ്ട് ശരിയാകുന്നു എന്ന് വിശദീകരിക്കണം. തെറ്റാവയ്ക്കെല്ലാം എന്തുകൊണ്ട് തെറ്റുന്നു എന്നതിന് ഒരു ഉദാഹരണം കണ്ടുപിടിക്കുകയും വേണം. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, 20ന്റെ ഗുണിതങ്ങളെല്ലാം 10ന്റെയും ഗുണിതങ്ങളാണ്. അപ്പൊ നോക്കാം 20ന്റെ ഗുണിതങ്ങളൊക്കെ 10ന്റെയും ഗുണിതമാണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മായ്ക്കട്ടോ നേരത്തെ എഴുതിയത്. ഓക്കെ, അപ്പൊ നമുക്ക് 20 നമുക്ക് എങ്ങനെ എഴുതാം? 2 × 10 എന്ന് എഴുതാം അല്ലേ. അപ്പൊ നമുക്ക് മനസ്സിലായി 20ന്റെ ഗുണിതങ്ങൾ. അത് 20ന്റെ ഗുണിതങ്ങൾ പറഞ്ഞാലാണ് 20 × 1, 20 × 2, 20 × 3. ഇപ്പൊ ഇവിടെ കുറെ നമ്പർ കിട്ടില്ല. അപ്പൊ 20ന്റെ 1 20 കിട്ടി, 20 × 2 40 കിട്ടി, ഇവിടെ 20 × 30 60 കിട്ടി. ഇനി 20 × 4 എന്ന് പറഞ്ഞാൽ അത് 80 കിട്ടും. ഇങ്ങനെ നമ്പേഴ്സ് കിട്ടും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ 2ന്റെയും 10ന്റെയും ഗുണിതങ്ങളാണ്. അത് 20 നമുക്ക് 2 × 10 എന്ന് എഴുതാം, 40ന് 2 × 20 എന്ന് എഴുതാം, 60ന് 2 × 30 ഇങ്ങനെ എഴുതാം. ഇനി 10നെ കൊണ്ട് എഴുതുമ്പോഴോ 20നെ 10 × 2 എഴുതാം, അത് 20. ഇനി 40നെ 10 × 4 എന്ന് എഴുതാം, 60നെ 10 × 6 എന്ന് എഴുതാം ഇങ്ങനെ. അപ്പോൾ നമുക്ക് ഈ 20ന്റെ ഗുണിതങ്ങളെല്ലാം 2ന്റെയും 10ന്റെയും ഗുണിതങ്ങളാണ്. അപ്പം നമ്മളോട് പറഞ്ഞിരിക്കണത് 20ന്റെ ഗുണിതങ്ങളെല്ലാം 10ന്റെ ഗുണിതങ്ങളാണോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പറയാം ഇതെന്താണ് ഈ പറഞ്ഞത് വളരെ കറക്റ്റാണ്, ഇത് ശരിയാണ്. കാരണം 20ന്റെ ഗുണിതങ്ങളെല്ലാം 10ന്റെ ഗുണിതങ്ങളാണ്. മനസ്സിലായോ? ഇനി അടുത്തത് 10ന്റെ ഗുണിതങ്ങളെല്ലാം 20ന്റെ ഗുണിതങ്ങളാണെന്നാണ് പറയണത്. അപ്പോൾ അത് കറക്റ്റാന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം 10 നമ്മൾ 10ന് എഴുതിയിട്ടോ. 10 നമുക്ക് 2 × 5 എന്ന് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 10 നമുക്ക്, അതായത് 10ന് 2ന്റെയും 5ന്റെയും ഗുണിതങ്ങളാണ് 10 എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇവിടെ 20 ഉണ്ടോ? ഇവിടെ 20 പറഞ്ഞ സംഭവമേ ഇല്ല. അപ്പോൾ ഇതെന്താണ് പൊട്ട തെറ്റാ തന്നിരിക്കണത് അല്ലേ? തന്നിരിക്കണത് ഈ സംഭവം എന്താണ്? ഇവിടെ ഇത് 10ന്റെ ഗുണിതങ്ങളെല്ലാം 20ന്റെ ഗുണിതങ്ങളല്ല എന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ എഴുതിയത് നമ്മൾ എക്സാമ്പിൾ വെച്ചിട്ട് എഴുതാം. 10ന്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ ഇത് പിന്നെന്താ ശരിയാവട്ടെ, ഇത് തെറ്റാണ്. 10ന്റെ ഗുണിതങ്ങൾ 2ഉം 5ഉമാണ് 10ന്റെ ഗുണിതങ്ങൾ എന്ന് എഴുതാം. ഓക്കെ, ഇനി അടുത്തത് 15ന്റെ ഗുണിതങ്ങളെല്ലാം 5ന്റെയും ഗുണിതങ്ങളാണ്. അപ്പോൾ നമുക്ക് നോക്കാം 15ന്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണ് നോക്കാം. അപ്പോൾ നോക്കാൻ 15 നമുക്ക് 3 × 5 എന്ന് എഴുതാം അല്ലേ. വേറെ ഏതെങ്കിലും ഗുണിത പട്ടികയിൽ 15 വരുന്നുണ്ടോ? 3ന്റെയും 5ന്റെയും ടേബിളിൽ മാത്രമേ വരുന്നുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലായി 15 എന്ന് പറഞ്ഞാൽ 3ന്റെയും 5ന്റെയും ഗുണിതങ്ങളാണ്. നമ്മളോട് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 15ന്റെ ഗുണിതങ്ങളെല്ലാം 5ന്റെ ഗുണിതങ്ങളാണ്. അപ്പോൾ ഈ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് അല്ലേ, ശരിയല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, 15ന്റെ ഗുണിതങ്ങളെല്ലാം 3ന്റെ ഗുണിതങ്ങളാണ്. അതും തന്നെ ഇവിടെ നോക്കുക, 15ന്റെ ഗുണിതങ്ങൾ പറഞ്ഞാൽ 3ന്റെയും 5ന്റെയും ഗുണിതങ്ങളാണ്. അപ്പോൾ ഇവിടെ അടുത്തതും എന്താണ്? 15 എന്ന് പറഞ്ഞാൽ 15ന്റെ ഗുണിതങ്ങളെല്ലാം 3ന്റെ ഗുണിതങ്ങളുമാണ് 5ന്റെ ഗുണിതങ്ങളുമാണ്. അപ്പോൾ ആ പറഞ്ഞത് എന്താണ്? അതും ഇതും എന്താണ്? ശരിയാണ് അല്ലേ. ഓക്കെ, ഇതും ശരിയാണ്. ഇനി അടുത്തത് 5ന്റെ ഗുണിതങ്ങളെല്ലാം 15ന്റെ ഗുണിതങ്ങളാണ്. അപ്പോൾ അത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം. 5ന്റെ ഗുണിതം എന്ന് പറഞ്ഞാൽ 5 × 1 മാത്രമേ ഉള്ളൂ അല്ലേ 5ന്റെ ഗുണിതത്തിൽ വരുന്നത്. അത് വേറെ ഏതെങ്കിലും ഗുണന പട്ടികയിൽ 1, 2, 3, 4, 5 ഒന്നും ഗുണന പട്ടികയിൽ എന്ത് വരുന്നില്ല? 5 വരുന്നില്ല. ഇതിൽ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ 5ന്റെയിൽ 5 മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ഇവിടെ തെറ്റില്ലെന്നിരിക്കുന്നത് 5ന്റെ ഗുണിതങ്ങളെല്ലാം 15ന്റെ ഗുണിതങ്ങളാണെന്ന് പറഞ്ഞാൽ അത് തെറ്റാണോ ശരിയാണോ? ഇവിടെ നമുക്ക് മനസ്സിലായി 5ന്റെ ഗുണിതം എന്ന് പറഞ്ഞാൽ 5 മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇവിടെ 15ന്റെ ഗുണിതങ്ങളല്ല. അപ്പോൾ ഇതെന്താണ്? ഇത് തെറ്റാണ്. ഇവിടെ 5 മാത്രമേ ഉള്ളൂ വരുന്നത്, 5ന്റെ ഗുണിതമല്ല. അടുത്തത് 3ന്റെ ഗുണിതങ്ങളെല്ലാം 15ന്റെ ഗുണിതങ്ങളാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് 3നെ പറഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ എഴുതാം. 3 എന്ന് പറഞ്ഞാൽ
3 നമുക്ക് എങ്ങനെ എഴുതാം? 3 ഇൻറ്റു 1 എന്ന് മാത്രം എഴുതാൻ പറ്റുള്ളൂ. 3ന്റെ ഗുണിതം 3 മാത്രമേ ഉള്ളൂ. വേറെ ഒന്നിലും എന്തില്ല, ഇത് വരുന്നില്ല. അപ്പോൾ നോക്ക്, ഇവിടെ 3ന്റെ ഗുണിതങ്ങളെല്ലാം 15ന്റെ ഗുണിതങ്ങളാണ് പറഞ്ഞാൽ പൊട്ട തെറ്റാ തന്നിരിക്കണേ അല്ലേ. അപ്പോൾ അത് നോക്കാനൊരു ഐഡിയ ഉണ്ട്. നോക്ക്, ഇവിടെ എപ്പോഴും വലുത് തരണം. 20ന്റെ ഗുണിതം 10ന്റെ ഗുണിതം, അപ്പോൾ അത് ശരിയാണ്. ഇവിടെ 10 വലുത്, 20 ചെറുത്. 10നേക്കാളും ചെറുതല്ലേ 20, അപ്പോൾ അത് തെറ്റ്. എപ്പോഴും ഏതാണോ വലുത് അതിൻ്റെ ഗുണിതമായിരിക്കും ഇവിടെ തന്നെ ചെറുതായിരിക്കും. ഇവിടെ 15 വലുതാണ്, 5 ചെറുതാണ്, അപ്പോൾ അത് ശരിയായി. ഇവിടെ 15 3, അതും ശരി, ഇത് വലുത് ഇത് ചെറുത്. ഇനി ഇവിടെ 5 15 നോക്ക്, ഇത് ആദ്യം തന്നത് ചെറുതും പിന്നെ തന്നു വലുതും, അപ്പോൾ എന്താണ്, അത് തെറ്റിപ്പോയി അല്ലേ. ഇനി അടുത്തത് ഇവിടെ 3 ഇവിടെ 15, ഇവിടെ ആദ്യം ചെറുത് തന്നു പിന്നെ വലുത് തന്നു, അപ്പോഴും അതും എന്താണ്, തെറ്റിപ്പോയി. മനസ്സിലായോ? ആദ്യം അങ്ങനെ ട്രിക്ക് വെച്ചിട്ടല്ല, നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക കേട്ടോ, എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന്. ഇനി നമുക്ക് പഠിക്കേണ്ടതാണ് അടിസ്ഥാന ഘടകങ്ങൾ. ഇനി നമുക്ക് നോക്കാനുള്ളത് അടിസ്ഥാന ഘടകങ്ങൾ എന്നുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതാ 30 എന്നുള്ള നമ്പറിനെ 30നെ നമുക്ക് പല രീതിയിൽ എഴുതാം. വേണമെങ്കിൽ നമുക്ക് 30നെ 1 ഇൻറ്റു 30 എന്ന് എഴുതാം. പിന്നെ 2 ഇൻറ്റു 15 എന്ന് പറഞ്ഞാലും എന്താണ്, 30 തന്നെയാണ് അല്ലേ. 3 ഇൻറ്റു 10 പറഞ്ഞാലും 30ആണ്. 5 ഇൻറ്റു 6 എന്ന് പറഞ്ഞാലും 30ആണ്. ഇനിയില്ലേ 30നെ വേറെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റുമോ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാ ഈ 30നെ എന്ന് പറഞ്ഞാല് 30 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 ഇൻറ്റു 15 ആണ് അല്ലേ, ആണല്ലോ. യെസ്. ഇനി ഈ 15നെ വീണ്ടും നമുക്ക് വേണം. 15നെ 3 ഇൻറ്റു 5 അല്ലേ 15. അപ്പൊ 15ന് പകരം നമ്മൾ 3 ഇൻറ്റു 5 ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് 30 = 2 അതുപോലെ എഴുതാം. പിന്നെ 3 ഇൻറ്റു 5 ഇങ്ങനെയുമാണ് 30നെ എഴുതിക്കൂടെ. 3 ഘടകങ്ങളായിട്ട് എഴുതിയിടെ. 2 ഇൻറ്റു 3 6, 6 ഇൻറ്റു 5 30 തന്നെ കിട്ടാം. മനസ്സിലായോ? അപ്പോ ഇനി നമുക്ക് വീണ്ടും ചെറുതാക്കാൻ പറ്റുമോ? ഇനി 3നെയും 5നെയും 2നെയും നമുക്ക് വീണ്ടും ചെറുതാക്കാൻ പറ്റില്ല അല്ലേ. അപ്പോ അങ്ങനെയുള്ള നമ്പർ, അതായത് ചില നമ്പേഴ്സ് കേട്ടോ, ഏതൊക്കെയെന്നറിയോ? അതായത് ചിലത് 1 2 3 3 4 5 7 9 11. ഇവർക്കൊക്കെ എന്താ പ്രത്യേകത അറിയാം? ഇവരൊക്കെ VIP ആണ്. VIP എന്താണ്? ഇവരൊക്കെ ഒരു ഭജി കഴിക്കുന്ന ആൾക്കാരാണ്. അഭാജ്യസംഖ്യ എന്താണ് അഭാജ്യസംഖ്യ എന്ന് പറഞ്ഞാല്? അഭാജ്യസംഖ്യ എന്ന് പറഞ്ഞാല് ഇവരെന്നല്ലേ നമുക്ക് ഇനി വേറെ ഒരു രീതിയിൽ, അതായത് 2 എന്നുള്ളത് 1ന് ഓക്കെ, 1 നമ്മൾ ചെറിയ കുട്ടിയാണ് അവിടെ ഇരിക്കട്ടെ, 2ന് തുടങ്ങിയിട്ട് പറയാം. 2നെ വേറൊരു ഗുണന പട്ടികയിൽ നമുക്ക് 2 കാണാൻ പറ്റില്ല. 1 ഇൻറ്റു 2 എന്ന് മാത്രമേ 2ന് എഴുതാൻ പറ്റുള്ളൂ. വേറെ ഏതെങ്കിലും ഒരു ടേബിൾ, അതായത് 3ന്റെയോ 4ന്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടേബിളില് ഗുണന പട്ടികയിൽ നമുക്ക് എന്ത് കാണാൻ പറ്റില്ല? 2നെ കാണാൻ പറ്റില്ല. ആകെ 2നെ കാണാൻ നമുക്ക് എവിടേക്ക് പോകണം? ഈ 2ന്റെ ഗുണന പട്ടിക എടുത്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് 2നെ കാണാൻ പറ്റുള്ളൂ. ഇനി അടുത്ത 3 എന്ന് പറഞ്ഞാല് 3നെ 1 ഇൻറ്റു 3 അല്ലെങ്കിൽ 3 ഇൻറ്റു 1. അപ്പൊ 3ന്റെ ഗുണനപ്പട്ടികയിൽ മാത്രമേ 3നെ കാണുള്ളൂ. 5 പറ 5ന്റെ ഗുണനപ്പട്ടികയിൽ മാത്രമേ 5നെ കാണുള്ളൂ. എന്നാൽ എക്സാമ്പിളിന്റെ ഇടയിൽ 4 നമുക്ക് എടുക്കാം കേട്ടോ. 4, അപ്പൊ 4 എന്താ അഭാജ്യല്ലേ എന്ന് ചോദിക്കുകയാണ് വിചാരിച്ചത്. അപ്പൊ 4 അഭാജ്യമല്ല. കാരണം എന്താ? 4 നമുക്ക് 2 ഇൻറ്റു 2 എന്ന് എഴുതാം, 4 ഇൻറ്റു 1 എന്ന് എഴുതാം. 2 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് 4ന് എഴുതാം അല്ലെ. അപ്പൊ 4 എന്താ? 4ന് ഇവിടെ 1 2 3 1ഉം 4ഉം 2ഉം എന്താണ്? 4ന്റെ ഘടകങ്ങളാണെന്ന് പറയാം. പക്ഷെ നമുക്ക് 1 2 3 5 7 ഇവർക്കൊക്കെ എന്താണ്? ഇവർക്ക് ഇതേ നമ്പർ. അപ്പൊ 2 2ഉം പിന്നെ 1 മാത്രമേ ഘടകമുള്ളൂ. 3നാണെങ്കിൽ 3ഉം 1ഉം അത് മാത്രമേ ഘടകമുള്ളൂ. 5ആണെങ്കിൽ 5ഉം 1ഉം അതാണ് ഘടകം. 7നാണെങ്കിൽ 7ഉം 1ഉം, 11ആണെങ്കിൽ 11ഉം 7ഉം, ഇനി 13ഉം 17ഉം 19 ഒക്കെ അങ്ങനെയാണ്. ഇതിന്റെ ഇടയിൽ അപ്പോ 9 നോക്കാം. 9 നമുക്ക് എങ്ങനെ എഴുതാം? 9 നമുക്ക് വേണമെങ്കിൽ 9 ഇൻറ്റു 1 എന്ന് എഴുതാമാണെങ്കിൽ 3 ഇൻറ്റു 3 എന്ന് എഴുതാം, ആണല്ലോ. ഇത് 2. അപ്പൊ 9ന്റെ ഗുണിതപ്പട്ടികയിൽ 9 വരുന്നുണ്ട്, 3ന്റെ ഗുണിതപ്പട്ടികയിൽ 9 വരുന്നുണ്ട്. അപ്പൊ 9 ഒരു അഭാജ്യ സംഖ്യ ആണോ? അല്ല. അഭാജ്യം എന്നുള്ള ആ ഒരു അഭാജ്യ സംഖ്യ എന്നുള്ള ആ ഒരു ലേബൽ അല്ലെങ്കിൽ ആ ഒരു പേര് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നിനേക്കാൾ വലിയ ഒരു എണ്ണൽസംഖ്യയുടെ ഘടകങ്ങൾ 1ഉം ആ സംഖ്യയും മാത്രമാണ്. അതായത് ഒരു നമ്പർ എടുത്തിട്ട് അതിന്റെ ഘടകങ്ങൾ നോക്കുമ്പോൾ ഇപ്പൊ 7 എന്ന് പറയാൻ അഭാജ്യാണോ ഭാജ്യമാണോ ചോദിച്ചാല് നമുക്ക് ഇങ്ങനെ നോക്കാം. 7ന്റെ ടേബിളിലുണ്ട്. 7 ഇൻറ്റു 1 7ആണ്. വേറെ 2ലോ 3ലോ 4ലോ 5ലോ 6ലോ ഒന്നിലും എന്തില്ല 7 എന്ന് പറയുന്ന ഒരു നമ്പർ വരണേ ഇല്ല. അപ്പൊ ഇവിടെ 7 എന്ന് പറഞ്ഞതിന്റെ ഘടകങ്ങൾ 7ഉം 1ഉം മാത്രമേ ഉള്ളൂ. അതേ ഒരു നമ്പറും പിന്നെ 1ഉം അത് മാത്രം ഘടകങ്ങളായിട്ട് വരുമ്പോൾ നമുക്ക് പറയാം, അങ്ങനെയുള്ള നമ്പേഴ്സ് നമുക്ക് പറയാം, അതാണ് അഭാജ്യ സംഖ്യകൾ.
അപ്പോ അഭാജ്യ സംഖ്യകൾ എന്താന്ന് മനസ്സിലായല്ലോ. ഇനി അഭാജ്യ സംഖ്യകളിലെ ഇപ്പൊ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോ 6 ഒരു അഭാജ്യ സംഖ്യയാണോ എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചെന്ന് വിചാരിച്ചോ. അപ്പൊ 6 നമുക്ക് ആദ്യം ആലോചിക്കാം. 1 നമുക്ക് 6 × 1 നമുക്ക് എഴുതാം. ഇനി 2ന്റെ ഗുണനപ്പട്ടികയിൽ ഉണ്ടോ നോക്കാം. ഉണ്ട്, 2 × 3 ആണ്. പിന്നെ 3ന്റെ ഗുണനപ്പട്ടികയിലുള്ള 3 × 2 തന്നെയാണ്. അപ്പൊ ഇത് രണ്ടും സെയിം. അപ്പൊ ഇതിന്റെ നമുക്ക് ആവശ്യമില്ല, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഓർഡർ തെറ്റിച്ച് എഴുതാൻ കുഴപ്പമില്ല. ഇതിൽ അപ്പൊ നമുക്ക് ഇവിടെ ഘടകങ്ങൾ 6 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഘടകങ്ങളായി. അപ്പൊ നമുക്ക് മനസ്സിലായി 6 എന്തല്ല, ഒരു അഭാജ്യ സംഖ്യ അല്ല എന്ന് മനസ്സിലായി. അപ്പോ എന്താണ് അഭാജ്യ സംഖ്യ എന്ന് മനസ്സിലായല്ലോ. അഭാജ്യ സംഖ്യ എന്താന്ന് മനസ്സിലായാല് തീർച്ചയായിട്ടും ഭാജ്യ സംഖ്യയും മനസ്സിലാവും. അഭാജ്യ സംഖ്യയുടെ നേരെ ഓപ്പോസിറ്റ് ഉള്ളതാണ് ഭാജ്യ സംഖ്യ. അഭാജ്യ സംഖ്യയും ഭാജ്യസംഖ്യയും എന്താണ്, അതായത് എന്താണ് ഭാജ്യസംഖ്യ, എന്താണ് അഭാജ്യ സംഖ്യ, അത് നേരെ ഓപ്പോസിറ്റ്. ഇതൊക്കെ അതായത് ഈ 1, 2, 3, 5 ഇവരൊക്കെ എന്താണ്, ഇവരൊക്കെ എന്താണ് അഭാജ്യ സംഖ്യകളാണ്. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള അതായത് ഈ 1ൽ കൂടുതൽ അതായത് 2ൽ കൂടുതൽ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നും അതേ നമ്പറും അല്ലാതെ വേറെ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് പറയാം 8നെ എടുത്തു, 8ന്റെ ഘടകം എടുത്ത് നമുക്കറിയാം 8 × 1 8ആണ്. അതേപോലെ തന്നെ നമുക്ക് 2 × 4 എന്താണ് 8ആണ് അല്ലെ. അപ്പൊ നമുക്ക് 8ന്റെ ഘടകങ്ങൾ 8 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട് അല്ലെ. അപ്പൊ 4 ഘടകങ്ങളായി. അപ്പോ 8 എന്താണ്, 8 ഒരു ഭാജ്യ സംഖ്യയാണ്. അപ്പൊ അഭാജ്യവും ഭാജ്യവും എന്താ മനസ്സിലായാലോ. ഭാജ്യം ഭാജ്യം എന്ന് പറഞ്ഞാല് പാവം, അവർക്ക് ആകെ അതേ നമ്പറും പിന്നെ എന്താണ് അതേ സംഖ്യയും ഒന്ന് മാത്രമേ ഘടകം ഉണ്ടായിരുന്നു. ഭാജ്യം പാവം, അവർക്ക് എന്തേ ഉള്ളൂ, ആകെ 2 ഘടകങ്ങളേ ഉള്ളൂ. പാവം ഭാജ്യം അഭാജ്യം അങ്ങനെയൊക്കെ ചിന്തിച്ച് പഠിക്കാറ്, അറിയാം കൺഫ്യൂഷൻ ആവും. ഭാജ്യം എന്ന് പറഞ്ഞാല് അവർക്ക് ഭാഗ്യാണ്. നോക്ക്, അവർക്ക് ഘടകങ്ങൾ എത്രങ്ങാനും ഘടകങ്ങളാലേ. ഭാജ്യസംഖ്യന്റെ ഭാജ്യ നമ്പറിന്റെ ഭാജ്യസംഖ്യന്റെ ഒരു ഭാഗ്യം, അവരുടെ ഘടകങ്ങൾ 1ൽ കൂടുതൽ ഘടകങ്ങൾ അവർക്കുണ്ട്. അപ്പൊ അവരുടെ ഭാഗ്യാണ് നമുക്ക് പറയാം. അങ്ങനെയൊക്കെ എന്താണ് മനസ്സിലാക്കാൻ ഓർമ്മിച്ച് വെക്കാൻ വേണ്ടി പറയാട്ടോ. ഇനി ഇതാ ഇവിടെ കുറച്ച് ഏത് ഭാജ്യസംഖ്യയും അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായിട്ട് പിരിച്ചെഴുതാം. അത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇവിടെ ഒരു മരം പോലെ എന്താ ഫാമിലി ട്രീ എന്നൊക്കെ പറഞ്ഞ പോലെ തന്നിട്ടുണ്ട്. ആദ്യം 60 നമുക്ക് എടുത്തു. അപ്പോൾ ഇത് നല്ല രസാട്ടോ. മനസ്സിലായാലും നമുക്ക് ഇങ്ങനെ ഒരു ഗെയിം കളിക്കുന്ന പോലെ എഴുതാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം 60 എന്നുള്ള നമ്പർ, 60ന് നമുക്ക് 2 കൊണ്ട് 60നെ ഹരിക്കണം. അപ്പൊ നമുക്ക് 2 × 30 എന്ന് പറയാം. 2 × 30 ഇത് നമുക്ക് എന്ത് കിട്ടും, 60 കിട്ടും. അതായത് 60നെ എന്ത് ചെയ്യണം, 2 കൊണ്ട് ആദ്യം ഹരിക്കാം. ഇവിടെ ഇരട്ട സംഖ്യയാണ്, എന്താണ് 2 കൊണ്ട് പോകും. അപ്പൊ നമുക്ക് 7 3 6, പിന്നെ ഈ 0 കഴിക്കുമ്പോ ഇവിടെ 0, അപ്പൊ 30 കിട്ടി. ഇനി ഇവിടെ 2 എന്താണ്, 2 നമ്മുടെ അഭാജ്യ സംഖ്യന് 2നെ നമുക്ക് എന്താ വിഭജിക്കാൻ പറ്റില്ല. ഇനി അടുത്ത് ഈ 30 നമ്മൾ 30 വീണ്ടും എന്താണ് ഒരു ഇരട്ട സംഖ്യയാണ്. അപ്പൊ 2 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇനി 30നെ ചെയ്യാണ്. 30 × 2 ചെയ്യുമ്പോൾ നമുക്ക് 1 1 2 10 5, അപ്പൊ 15 കിട്ടി. അപ്പൊ 2 × 15 ആണ് നമ്മുടെ 30 വരുന്നത്. ഇനി 15നെ വീണ്ടും ചെയ്യുമ്പോൾ 15 ഒരു ഒറ്റ സംഖ്യയാണ് അല്ലെ. 15 2നെ കൊണ്ട് ഹരിക്കാൻ പറ്റുമോ, ഒറ്റ സംഖ്യയാണ്, ഇല്ല. അപ്പൊ 3 കൊണ്ട് പറ്റും എന്നൊക്കെ നമുക്കറിയാം. 3 × 5 ആണ് എന്ത് 15 അല്ലെ. ഇനി വീണ്ടും ഈ 5ഉം 3ഉം എന്താണ്, ഇതൊക്കെ അഭാജ്യ സംഖ്യയാണ്. പാവം അഭാജ്യ സംഖ്യ, അവർക്ക് ആകെ 2 ഘടകങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഈ 60നെ എങ്ങനെ എഴുതാം, 2 × 2 × 3 × 5 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് എഴുതി നോക്കാം. 60നെ ഈ 60 ഈക്വട്ട് നമുക്ക് എങ്ങനെ എഴുതാം, 2 × 2 × 3 × 5 എന്ന് എഴുതി. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 60 കിട്ടും. 60 എന്താണ്, ഒരു ഭാജ്യാണ്. അതിന് നമുക്ക് അഭാജ്യ സംഖ്യകളുടെ ഇതൊക്കെ എന്താ, 2 ഒരു അഭാജ്യാണ്, ഈ 2 ഒരു അഭാജ്യാണ്, ഈ 3 ഒരു അഭാജ്യാണ്, ഈ 5ഉം ഒരു അഭാജ്യാണ്. അപ്പോൾ ഈ ഭാജ്യ സംഖ്യ നമുക്ക് അഭാജ്യ സംഖ്യയുടെ ഗുണിതങ്ങളായിട്ട് എഴുതാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് വേറെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇതാ ഇവിടെ തന്നിട്ടുണ്ട് 84 തന്നിട്ടുണ്ട്. അപ്പൊ 84 എങ്ങനെ എഴുതാം നമുക്ക് നോക്കാം. 84 ഇതാ ആദ്യം 84 എന്താണ്, ഒരു ഇരട്ട സംഖ്യയാണ് അല്ലെ, ഒരു ഭാജ്യമാണ്, ഇരട്ട സംഖ്യയാണ്. അപ്പൊ നമുക്ക് അതിന് 2 കൊണ്ട് ഹരിച്ചു നോക്കാം. ഇവിടെ 2 ആണ് വരിക, അത് 2 അപ്പൊ ചെറുത് കൊണ്ട് ചെയ്യണം ആദ്യം. അപ്പൊ 84 × 2 ചെയ്യുമ്പോൾ ഈ 4 8 8 പോകുമ്പോൾ 4 ഈ 2 4, അപ്പൊ 42 എന്ന് വന്നു. അപ്പൊ ഇവിടെ 42 ആയി.
ഇനി 42 വീണ്ടും ഇരട്ട സംഖ്യയാണ്, വീണ്ടും നമുക്ക് രണ്ടും കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഇതെന്താ, ഇത് ഒരഭാജ്യം. അഭാജ്യത്തിന് മാത്രം വട്ടിട്ട് കൊടുക്കുക കേട്ടോ. ഈ 42-ൽ 2 എത്ര വേണ്ട നോക്കുമ്പോൾ 42 ഹരണം 2 നോക്കുമ്പോൾ ഈ 2 2 ഈ 2 4 പിന്നെ 2 2 അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 21 കിട്ടി. 21 ഒരു ഒറ്റ സംഖ്യയാണ്. ഒറ്റ സംഖ്യയിൽ നമുക്ക് 2 കൊണ്ട് എന്തായാലും ഹരിക്കാൻ പറ്റുക. ഇനി 3 കൊണ്ട് പറ്റുമോ നോക്കാം. യെസ്, 3 7 21 അല്ലേ. അപ്പോൾ 3 × 7. അപ്പോൾ ഇനി 7 എന്താണ്? 7 ഭാജ്യാണോ അഭാജ്യാണോ? 7 എന്ന് പറഞ്ഞ നമ്പർ അപ്പം ആലോചിക്ക്. ഇത് ഈ ചാപ്റ്റർ പഠിക്കാൻ ഗുണനപ്പട്ടിക നന്നായിട്ട് പഠിക്കണം. അപ്പോൾ ഗുണനപ്പട്ടിക അറിയാത്തവർ ആദ്യം ഗുണനപ്പട്ടിക പഠിച്ചതിന് ശേഷമാണ് പഠിക്കാൻ കേട്ടോ. അപ്പൊ 3 × 7 ആണ് 3 7 21. ഇനി 7 എന്താണ്? 7 ഒരു അഭാജ്യാണോ ഭാജ്യാണോ? പാവം അഭാജ്യാണ്. 2 ഘടകങ്ങൾ മാത്രമേ ഉള്ളൂ. 1 × 7 മാത്രമേ ഉള്ളൂ 7. അപ്പോൾ നമുക്ക് ഇവിടെ ഇതും എന്താണ്? ഇതും നമ്മുടെ ഒരു അഭാജ്യം. അപ്പൊ നമുക്ക് 84 നമുക്ക് എങ്ങനെ എഴുതാം? 2 × 2 × 3 × 7, അതായത് ഈ 2 ഈ 2 ഈ 3 7. ഇങ്ങനെ ഈ വട്ടത്തിലിട്ട ഇവര് ഈ 4 2 × 2 × 3 × 7 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 84 കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഇനി നമുക്ക് ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്, നമുക്ക് ഒന്ന് ചെയ്തു നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? ഇതേ രീതിയിൽ ചുവടെയുള്ള സംഖ്യകൾ ഓരോന്നിനെയും അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായി പിരിച്ചെഴുതാമോ എന്ന ചോദ്യം. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം തന്നിരിക്കുന്നത് 24 ആണ് അല്ലെ. അപ്പൊ നമുക്ക് 24 പിരിച്ചെഴുതി നോക്കാം. അപ്പൊ 24 ആണ്. അപ്പൊ 24 എന്നുള്ളതിന് നമുക്ക് 24 എന്താണ്? ഒരു ഇരട്ട സംഖ്യയാണ് അല്ലെ. അപ്പൊ നമുക്ക് 2 കൊണ്ട് ചെയ്യാം. അപ്പൊ 2 × 24 എന്ത് ചെയ്യാം? 2 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കാം. അപ്പൊ 2 2, ഇവിടെ 0, 4 2 തവണ ഈ 2 4. അപ്പൊ നമുക്ക് ഇവിടെ മൈനസ് ഇവിടെ 0. അപ്പൊ നമുക്ക് 12 കിട്ടി. അപ്പൊ ഇവിടെ 2 × 12 ആണ് 24. ഇനി 12 വീണ്ടും എന്താണ്? വീണ്ടും ഒരു ഇരട്ട സംഖ്യയാണ്. അപ്പൊ 2 × 6 ആണ് 12. നമുക്ക് അറിയാം അല്ലെ. ഇനി 6 നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം? 2 × 3 ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യില്ല? ഇനി നമുക്ക് 3 ഉം 2 എന്താണ്? അഭാജ്യാണ്. അപ്പോ ഒരഭാജ്യം വീണ്ടും ഒരഭാജ്യം വീണ്ടും ഒരഭാജ്യം. അപ്പൊ നമുക്ക് ഇവിടെ കൊണ്ടുവരുമ്പോ ഇവിടെ നമുക്ക് എങ്ങനെ പറയാനറിയോ? 24 നമുക്ക് 24 നമുക്ക് എങ്ങനെ എഴുതാം? 24 = 2 × 2 × 3 എന്ന് എഴുതാം. അപ്പൊ ഇതെന്താണ്? ഇതൊക്കെ അഭാജ്യ സംഖ്യകളാണ്. അഭാജ്യ സംഖ്യയുടെ ഗുണനഫലമായിട്ട് എഴുതി. ഇനി അടുത്ത ആൾ ആരാണ്? അടുത്ത ആള് 35 ആണ്. അപ്പൊ നമുക്ക് 35 നോക്കാം കേട്ടോ. ഇനിയുള്ളത് 35 ആദ്യം ചെയ്യുമ്പോൾ 35 ഒരു ഒറ്റ സംഖ്യയാണ് അല്ലെ. ഇരട്ട സംഖ്യയാണ്. 2 കൊണ്ട് ചെയ്യാൻ പറ്റും. ഇവിടെ 2 എഴുതാൻ പറ്റില്ല. കാരണം ഈ 35-നെ 2 കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും ഹരിക്കാൻ പറ്റില്ല. അപ്പൊ 3-ലുണ്ടോ നോക്കണം. നമുക്ക് അടുത്ത ഒരു 2 കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഭാജ്യം 3 അല്ലേ. അപ്പൊ 3-ലുണ്ടോ നോക്കാം. 3-ല് 3 3. ഇനി 5 താഴേക്ക് ഇറക്കുമ്പോൾ ഇവിടെ 3 3. അപ്പൊ നമുക്ക് ശിഷ്ടം 2 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് 3-ലും ഇല്ലാന്ന് മനസ്സിലായി. പിന്നെ അപ്പൊ നമ്മുടെ അഭാജ്യ സംഖ്യകൾ നമുക്ക് നോക്കാം. 1 അഭാജ്യ സംഖ്യകൾ പറഞ്ഞാൽ 1, പിന്നെ അടുത്തത് 2 3, പിന്നെ 4 ഇല്ല 5 ആണ്. അപ്പൊ ഇനി 35 5-ലുണ്ടോ നോക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 35 ഹരണം 5 ചെയ്ത് നോക്കാം. അപ്പൊ നമുക്കറിയാം 7 ആണ് 35 അല്ലെ. യെസ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് 5 കൊണ്ട് നമുക്ക് വരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? ഫസ്റ്റ് ഇതുവരെ നമ്മൾ ചെയ്തത് നമ്മൾ 2 കൂടെ ഇരട്ട സംഖ്യകൾ ചെയ്തുകൊണ്ട് 2 എഴുതിയത്. ഇത് ഒറ്റ സംഖ്യ കൂടെ ആദ്യം 3-ലുണ്ടോ നോക്കിയിട്ട് ഇല്ലെങ്കിൽ വേണം 5-ക്ക് പോകാൻ കേട്ടോ. അപ്പൊ ഇവിടെ 5 × 7 7 35 ആണ് അല്ലേ. ഇനി 5-ഉം 7-ഉം എന്താണ്? 5-ഉം ഒരു അഭാജ്യാണ്, അതുപോലെ 7-ഉം ഒരു അഭാജ്യാണ്. ഇനി നമുക്ക് വീണ്ടും ഇതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? വീണ്ടും നമുക്ക് ഇതിനെ ചെറുതാക്കാനോ ഒന്നും പറ്റില്ല അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് എന്ത് എഴുതാം? നമ്മുടെ 35-ന് പകരം നമുക്ക് എഴുതാം 5 × 7 എന്ന് എഴുതാം. ഓക്കെ. ഇനി അടുത്ത ആളാരാണ്? അടുത്തത് 36 ആണ്. അപ്പൊ എങ്ങനെയാണ് 36-ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോ 36
36 എന്താണ്? 36 ഒരു ഇരട്ട സംഖ്യയാണ്. അപ്പൊ 2 കൊണ്ട് എന്തായാലും പോവും. എത്ര നോക്കാൻ എന്ത് ചെയ്യാ? 36 ഹരണം 2 ചെയ്ത് നോക്കുക. അപ്പൊ 2 2 3 നിന്നും 2 കുറയ്ക്കുമ്പോ 1 കിട്ടി. 6 താഴേക്ക് 16 കിട്ടി. 16 2 8 തവണ അല്ലെ. അപ്പോ ഇവിടെ 16 ശിഷ്ടം 0 കിട്ടി. അപ്പൊ 18 ഇവിടെ ആൻസർ. അപ്പോ 2 × 18 ആണ് 36. ഈ 2 എന്താണ്? 2 ഒരു അഭാജ്യ സംഖ്യയാണ്. ഇനി 18 വീണ്ടും എന്താണ്? 18 വീണ്ടും ഇരട്ട സംഖ്യയാണ്. അപ്പൊ 2 കൊണ്ട് പോവും. 2 × 9 ആണ് 18 അല്ലെ. നമുക്കറിയാം. 2 × 7 നമുക്ക് 18/2 ചെയ്യുമ്പോൾ 9 കിട്ടും. ഇനി 9 ഒരു ഒറ്റ സംഖ്യയാണ്. അപ്പോൾ 2 പോവില്ല. 2 കേട്ടില്ല അഭാജ്യ സംഖ്യ. നമുക്കറിയാം 2 3 5 അല്ലേ. അപ്പൊ 3 നോക്കാം. നമുക്കറിയാം 3 9 ആണ് അല്ലെ. 3 × 3 ആണ് 9. അപ്പൊ ഇനി നമുക്ക് ഇത് ഒക്കെ എന്താണ് ചെയ്ത് കിട്ടിയത്? ഒക്കെ അത് നമുക്ക് അഭാജ്യ സംഖ്യ 2 × 2 × 3 × 3 എഴുതാം. അപ്പൊ നമുക്ക് ഇതാ ഇവിടെ ഈ 36 പകരം നമുക്ക് എങ്ങനെ എഴുതാം? 2 × 2 × 3 × 3 എന്ന് എഴുതാം. ഇനി അടുത്ത ആളാരാണ്? അടുത്ത 60 ആണ്. അപ്പൊ നമുക്ക് 60 എങ്ങനെയാണ് എഴുതാൻ നോക്കാം. ഇവിടെ 60 അല്ലെ. 60ഉം എന്താണ്? ഒരു ഇരട്ട സംഖ്യ. ഇരട്ട സംഖ്യയാണ്. ഒറ്റ സംഖ്യ ഇങ്ങനെ നോക്കാന്ന് അറിയില്ലേ. ലാസ്റ്റ് 0 2 4 6 8 എന്നുള്ള വരികയാണെങ്കിലാണ് ഇരട്ട സംഖ്യ. ഒറ്റ സംഖ്യ 1 3 ആ 3ന്റെ ഗുണിതങ്ങളാണ് വരുന്നുണ്ടാവുക. ഇരട്ട സംഖ്യ 2ന്റെ ഗുണിതങ്ങളാണ് ലാസ്റ്റ് ഇവിടെ വരുന്നുണ്ടാവുക. അപ്പോ ഇത് 2നും കൂടി ഇൻറ്റു ചെയ്യാൻ പറ്റും. ഇനി 60ന് എത്രയും 2 നോക്കാൻ എന്ത് ചെയ്യാ? 60 ഹരണം 2 ചെയ്യാം. അപ്പോ 23 6. പിന്നെ 0 ഉണ്ട്. 0 ഇങ്ങോട്ട് കിട്ടു. 0 മാത്രം കൊണ്ട് അപ്പൊ 30 എന്ന് കിട്ടി. 2 × 30 ആണ് 60. അപ്പൊ 2 എന്താണ്? 2 ഒരു അഭാജ്യ സംഖ്യയാണ്. 30 എന്താണ്? 30 വീണ്ടും ഇരട്ട സംഖ്യ കൊണ്ട് വീണ്ടും നമുക്ക് 2 കൊണ്ട് ഇൻറ്റു ചെയ്യാൻ പറ്റും. 2 × 30/2 എങ്ങനെ ചെയ്യാം? 30 ഹരണം 2 2 2 3 2 കുറച്ചപ്പോ 1 കിട്ടി. ഈ 10 താഴേക്ക് ഇറക്കിയിട്ടു. 10ല് 2 5 തവണ. അപ്പൊ ഇവിടെ 10 കിട്ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 0 ഉണ്ട്. അപ്പൊ നമുക്ക് 15 ആണ് കിട്ടിയത് അല്ലെ. അപ്പൊ 15 കിട്ടി. അപ്പൊ ഇനി 15 എന്താണ്? 15 ഒരു ഒറ്റ സംഖ്യയാണ്. 2 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? 3 കൊണ്ട് ചെയ്യാം. നമുക്കറിയാം 3 × 5 ആണ് 15 അല്ലെ. അപ്പൊ നമുക്ക് ഇനി ചെയ്യാൻ പറ്റും. ഇനിയൊക്കെ എന്താണ്? നമുക്ക് കിട്ടിയതൊക്കെ അഭാജ്യ സംഖ്യകളുടെ ഗുണനായിട്ട് കിട്ടി. അപ്പൊ നമുക്ക് 60 എങ്ങനെ എഴുതാം? 2 × 2 × 3 × 5 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ഇത് അവിടെ 60 കൊണ്ടായിട്ട് നമുക്ക് എഴുതാം. 2 × 2 × 3 × 5 എന്ന് എഴുതാം. ഇനി അടുത്തത് 100 ആണ്. 100. അപ്പൊ നമുക്ക് ഏത് സംഖ്യയാണ് കിട്ടിയാലും ഇതൊരു ഗെയിം പോലെ നമുക്ക് ഏത് സംഖ്യ കിട്ടാലും നമുക്ക് കാണാൻ പറ്റും. ഇനി അപ്പൊ നമുക്ക് 100 വെച്ചിട്ട് 100 എങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക് കിട്ടിയിരിക്കുന്നത് 100 ആണ്. 100 എന്താണ്? 100 ഒരു ഇരട്ട സംഖ്യയാണ്. 2 കൊണ്ട് പോവും. 2 കൊണ്ട് പോകുമ്പോ നമുക്ക് 100നെ 2 കൊണ്ട് ഹരിച്ചു നോക്കാം. 100 ഹരണം 2 പറഞ്ഞാല് 1ൽ പോവില്ല. 10ല് 5 തവണ. 5 10. ഇനി ഈ 0 താഴേക്ക് വരുമ്പോ ഈ 0ത്തില് ഈ 0 മാത്രം പോയി 0 മുകളിലേക്ക് കിട്ടും. അപ്പൊ 50 എന്ന് കിട്ടി. 2 × 50 ആണ് 100. ഇനി 50 എന്താണ്? ഇരട്ട സംഖ്യയാണ്. അപ്പൊ വീണ്ടും 2 കൊണ്ട് പോവും. ഇനി എന്ത് ചെയ്യാ? 2 അഭാജ്യ സംഖ്യക്ക് മാത്രം നമുക്ക് വട്ടിട്ട് കൊടുക്കാം. ഇനി 50 ഹരണം 2 ചെയ്ത് നോക്കാം. അപ്പോ ഈ 2 4 5 4 1 വേറെ 0 ഇറക്കിയിട്ടപ്പോ 10 ആയി. 10ല് 25 കിട്ടി. അപ്പൊ ഇവിടെ 2 × 25 ആണ് 50. ഈ 25ല് നമുക്ക് നോക്കണം. 25 എന്താണ്? 25 ഒരു ഒറ്റ സംഖ്യയാണ്. 2 കൊണ്ട് തന്നെ ഹരിക്കാൻ പറ്റില്ല. ഇനി അടുത്ത 2 കഴിഞ്ഞ് അടുത്ത അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 കൊണ്ട് പോവോ നോക്കണം. അപ്പൊ 3ന്റെ ഗുണനപ്പട്ടി നമുക്ക് അറിയണതാണ്. ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. 3 8 24 ആണ് വരിക. 25 ഒരിക്കലും 3ന്റെ ഗുണനപ്പട്ടികയിൽ വരുന്നില്ല അല്ലെ. അപ്പൊ 3 കൊണ്ട് പോകില്ല. ഇനി ആരേ വരുള്ളൂ? 5 പറ്റുള്ളൂ. 5ല് പോകും നമുക്കറിയാം. അപ്പൊ നമുക്ക് 25ന് എങ്ങനെ എഴുതാം? 5 × 5 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ഇനി ചെയ്യാൻ പറ്റില്ല. ഒക്കെ അഭാജ്യ സംഖ്യ കിട്ടി. അപ്പൊ 2 × 2 × 5 × 5 എന്ന് എഴുതാം. നമുക്ക് ഏതിനെ? നമ്മുടെ 100നെ എങ്ങനെ എഴുതാം? 2 × 2 × 5 × 5 എന്ന് എഴുതി. അപ്പൊ അത് കഴിഞ്ഞല്ലോ. മനസ്സിലായല്ലോ? ഇത്രയും മനസ്സിലായല്ലോ. എങ്ങനെയാണ് നമുക്കൊരു ഭാജ്യസംഖ്യ തന്നാൽ അതിനെങ്ങനെയാണ് അഭാജ്യ സംഖ്യയുടെ ഗുണിതങ്ങളായിട്ട് എഴുതാൻ പറ്റുക നമുക്ക് മനസ്സിലായില്ലേ. അപ്പോ ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഹലോ മൈ ഡിയേഴ്സ്, നമുക്കിന്ന് 6ാം ക്ലാസ്സിലെ ഗുണിതങ്ങളും ഘടകങ്ങളും എന്ന പാഠത്തിലെ അടുത്ത ഭാഗം നോക്കിയാലോ. അപ്പോ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പറഞ്ഞത് എന്താണ്? നമ്മൾ പറഞ്ഞു എന്താണ് ഭാജ്യസംഖ്യ, എന്താണ് അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഇതെന്താണ്? ഇതൊരു ഭാജ്യസംഖ്യയാണ്. അപ്പൊ നമുക്ക് ഒരു ഭാജ്യസംഖ്യനെ തന്നു.
അപ്പൊ നമുക്കത് എന്ത് ചെയ്യാം? ഈ ഭാജ്യസംഖ്യനെ അഭാജ്യസംഖ്യകളുടെ ഗുണനഫലമായിട്ട് എഴുതാന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അതായത് ഈ 84 എന്നുള്ളത് അത് എന്ത് സംഖ്യയാണ്? അതൊരു ഭാജ്യസംഖ്യയാണ്. ഈ 2ഉം 3ഉം 7ഉം ഒക്കെ എന്ത് സംഖ്യകളാണ്? അത് അഭാജ്യസംഖ്യകളാണ്. അപ്പൊ നമുക്ക് ഒരു ഭാജ്യസംഖ്യ തന്നാല് അതിന് നമുക്ക് അഭാജ്യസംഖ്യന്റെ ഗുണനഫലമായിട്ട് എഴുതാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് അല്ലേ? അപ്പോ ഇനി നമുക്കിതാ ഇവിടെ നമ്മൾ പറഞ്ഞു ഇവിടെ 2 നമ്പർ ഉണ്ട്, 12ഉം 30ഉം. അപ്പോ 12നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഘടകങ്ങളാക്കി നമുക്ക്, അതായത് 12 എന്താണ്? 12 ഒരു ഭാജ്യസംഖ്യയാണ്. അതിനെ അഭാജ്യസംഖ്യയായിട്ട് എഴുതുകയാണെങ്കിൽ ഈ 12 നമുക്ക് ഇങ്ങനെ എഴുതാം, 2 × 6 എന്ന് എഴുതാം അല്ലെ. 2 എന്താണ്? 2 ഒരു അഭാജ്യസംഖ്യ, 2നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. 6 നമുക്ക് എന്താക്കി എഴുതാം? 6നെ 2 × 3 എന്ന് എഴുതാം. അപ്പൊ ഈ 12 നമുക്ക് എങ്ങനെ എഴുതാം? ഇതിപ്പോ എന്താണ്? എല്ലാവരും എന്തായി? ഇതും അഭാജ്യാണ്, ഇതും അഭാജ്യാണ്, ഇതും അഭാജ്യാണ്. ഇത് നമുക്ക് വീണ്ടും ഇവരെ എന്ത് ചെയ്യാൻ പറ്റില്ല? ചെറുതാക്കാൻ പറ്റില്ല. അപ്പൊ ഈ 12നെ നമുക്ക് 2 × 2 × 3 എന്ന് കിട്ടി. ഓക്കെ. ഇനി 30 ചെയ്യാൻ എങ്ങനെ ചെയ്യാം? 30നെ നമുക്ക് ആദ്യം 2 × 15 എന്ന് എഴുതാം. ഇനി നമുക്ക് 2ന് 2 അഭാജ്യാണ്, അപ്പൊ അതുപോലെ എഴുതി. 15 നമുക്ക് എങ്ങനെയാക്കി എഴുതാം? 3 × 5 എന്ന് എഴുതാം. അപ്പൊ 30ന് നമുക്ക് 2 × 3 × 5 എന്ന് കിട്ടി. ഈ 30നെ 2 × 3 × 5 എന്ന് എഴുതി. ഇനി ഇവർ രണ്ടുപേരും കൂടി ഇൻറ്റു ചെയ്യണം. അതായത് ഈ 12നെയും 30നെയും കൂടി ഇൻറ്റു ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 12 × 30 ചെയ്യുമ്പോൾ നമുക്ക് 12ന്റെ ഘടകങ്ങൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആ 2 × 2 × 3 ഇവിടെ എഴുതി. 30ന്റെ ഘടകങ്ങൾ 2 × 3 × 5 എഴുതിയിട്ടുണ്ട്, അത് ഇവിടെ എഴുതി. ഓക്കെ. ഇനി എന്ത് ചെയ്യാ? ഇനി ഒന്നൊരു ഓർഡർ ആക്കി, ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഇനി ഒന്നും കൂടി ഒരു ഓർഡർ ആക്കാൻ വേണ്ടിട്ട് ഇവിടുത്തെ 2 ആ 2നെ ആദ്യം എഴുതി. ഇനി ഇവിടുത്തെ 2ല് അതിന് ഇവിടേക്ക് എഴുതി. ഇനി ഇതാ ഈ 3നെ ഇവിടേക്ക് എഴുതി, ഈ 3 ഇവിടെ എഴുതി. ഇനി അവസാനം 5. അപ്പോൾ 2കളൊക്കെ ഒരുമിച്ച് എഴുതി, 3നെ ഒരുമിച്ച് എഴുതി, ബാക്കി 5ന് അവസാനം എഴുതി. ഒന്ന് ഓർഡർ ആക്കി എഴുതി. അപ്പോൾ മനസ്സിലായോ? ഇങ്ങനെയാണ് 2 നമ്പേഴ്സിന്റെ കൂട്ടിയിട്ട് ഘടകങ്ങൾ കാണാന്ന്. ഇനിയിപ്പോൾ ഒരു എക്സാമ്പിള്, ഇനിയിപ്പോൾ 90 ആണ്. 90നെ നമുക്ക് കാണണമെങ്കിൽ ഇതാ 90 നമുക്ക് എങ്ങനെ ചെയ്യാം? 9 × 10 എന്ന് എഴുതി. ഇനി 9 നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? 3 × 3 ഒക്കെ എഴുതാം. 10 നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? 2 × 5 എന്ന് എഴുതാം. അപ്പോൾ ഇത് മൊത്തത്തിൽ 90 ആകുമ്പോൾ നമുക്ക് എങ്ങനെ 3 × 3 × 2 × 5 എന്ന് മൊത്തത്തിൽ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് 90ന്റെ ഘടകങ്ങൾ കിട്ടി. അപ്പൊ അതിനെ ഓർഡർ ആക്കി എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഭംഗിയിൽ എഴുതാൻ ആദ്യം ചെറുത് എഴുതാം. അപ്പൊ 2 ആണ് ചെറുത്. ആദ്യം 2 എഴുതി, പിന്നെ സെക്കൻഡ് എടുക്കട്ടെ. അപ്പൊ ആദ്യം നമ്മളിപ്പോൾ ഇതിൽ 2 എഴുതി, പിന്നെ ഈ 2 3ന് എഴുതി, ബാക്കിയുള്ള ഈ 5ന് എഴുതി. അപ്പൊ ഇതെന്താണ്? ഇത് 90ന്റെ ഘടകങ്ങളാണ്. ഇനി നമുക്ക് ഇതവിടെ ചുവടെയുള്ള സംഖ്യകളെ അഭാജ്യ ഘടകങ്ങളുടെ ഗുണനഫലമായിട്ട് പിരിച്ചെഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നിരിക്കുന്നത് 72 ആണ്. അപ്പൊ 72 നമുക്ക് പിരിച്ചെഴുതി നോക്കാം. അപ്പോ 72 നമുക്ക് എങ്ങനെ എഴുതാം? 2 × 72 എന്താണ്? ഒരു ഇരട്ട സംഖ്യയാണ് അല്ലെ. അപ്പൊ അത് 2ഉം കൂടെ നമുക്ക് ഡിവിഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 72നെ ഹരണം 2 ചെയ്ത് നോക്കാം. അപ്പോൾ ഈ 3 6, ഈ 3 6, 7 6 പോകുമ്പോൾ 1, ഈ 2 താഴേക്ക് വരുമ്പോൾ 12 ആയി. 12 2 6 തവണ. ഇവിടെ എന്ത് കിട്ടി? 36 എന്ന് കിട്ടി അല്ലേ. അപ്പൊ നമുക്ക് 2 × 36 ആണ് എന്ത്? നമ്മുടെ 72. ഇനി 2 നമുക്ക് ഇടയ്ക്ക് ഒരു മാറ്റം വരില്ല, കാരണം 2 എന്താണ്? ഒരു അഭാജ്യ സംഖ്യയാണ്. 36 എന്താണ്? വീണ്ടും ഒരു ഇരട്ട സംഖ്യയാണ്. അപ്പൊ ഈ 36 നമുക്ക് എങ്ങനെ ആക്കി എഴുതാം? 2 × അതായത് ഈ 36നെ 2 കൊണ്ട് ഒന്നുകൂടി ഹരിക്കാം. അപ്പോൾ 2 2, 3 2 ആകുമ്പോൾ 1, ഈ 6 താഴേക്ക് വന്നു 16, 16 2 8 തവണ, ഈ ഇരട്ട 16. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 18 കിട്ടി. അപ്പൊ 2 × 18 എന്ന് കിട്ടി. ഇനി അപ്പൊ ഈ രണ്ടും എന്താണ്? അത് രണ്ടും അഭാജ്യ സംഖ്യകളാണ്. ഇനി 18 വീണ്ടും എന്താണ്? നമുക്ക് 18 വീണ്ടും ഒരു ഇരട്ട സംഖ്യയാണ്. 2 × ഈ 9 ആണ് 18 അല്ലെ. ഇങ്ങനെ ആക്കി എഴുതാം. അപ്പോ വീണ്ടും നമുക്ക് നോക്കുക, ഈ 2 × ഈ 2 × ഈ 2, ഇത് മൂന്ന് അഭാജ്യ സംഖ്യകളായി. ഇനി 9 നമുക്ക് എങ്ങനെ ആക്കി എഴുതാം? 9 എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ സംഖ്യയാണ് അല്ലെ. 2 കൊണ്ട് അതിനെ ഹരിക്കാൻ പറ്റില്ല. നമുക്ക് 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. 3 × 3 ആണ് എഴുതാം. അപ്പോ ഇനി നമുക്ക് ഈ കിട്ടിയതൊക്കെ എന്താണ്? ഈ കിട്ടിയതൊക്കെ നമുക്ക് ഇതെല്ലാം എന്ത് സംഖ്യകളാണ്?
അഭാജ്യ സംഖ്യകളാണ് അല്ലേ? 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3. അപ്പോൾ നമുക്ക് 72നെ എങ്ങനെ ആക്കി എഴുതാം? ഈ 72ന് പകരം നമുക്ക് 72 ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3. ഇതാണ് നമ്മൾ 72ന് എഴുതിയത്. ഇനി അടുത്തത് ഇവിടെ തന്നിരിക്കുന്നത് 105 ആണ്. അപ്പോൾ 105 നമുക്ക് ഇതുപോലെ എഴുതി വെക്കാം. അപ്പോൾ 105. അപ്പോൾ ആ 105 എന്ന് കാണുമ്പോഴേ നമുക്കറിയാം ഇത് എന്തിൽ പോവില്ല, ഇത് ഇരട്ട സംഖ്യ അല്ല, ഒറ്റ സംഖ്യയാണ് അല്ലേ? ഇവിടെ 5 അല്ലേ? അപ്പോൾ ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ അത് 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കണം. അപ്പോൾ എന്ത് ചെയ്യാം? 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കാൻ നമുക്ക് തന്ന നമ്പേഴ്സ് ഇവിടെ 1, 0, 5 ഇവർ 3 പേരും കൂടെ കൂട്ടി നോക്കാം. അപ്പോൾ 1, 0, 1, 1 പിന്നെ ഈ 1, 5, 6. അപ്പോൾ 6 കിട്ടിയില്ലേ? അപ്പോൾ 6 എന്ന് പറഞ്ഞാൽ 3ന്റെ ഗുണിതാണ്. അപ്പോൾ നമുക്ക് ഈ 105നെ 3 കൊണ്ട് ഗുണിക്കാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ 105 ഈക്വൽ ടു സെക്കൻഡ് 105 നമുക്ക് എങ്ങനെ ആക്കി എഴുതാം? 3 ഇൻറ്റു ഇവിടെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റും മനസ്സിലായി. അപ്പോൾ 3 ഇൻറ്റു ഇനി എന്ത് ചെയ്യണം? 105നെ 3 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കാം. അപ്പോൾ 10 ഒന്നിൽ പോവില്ല. 10 3 എത്ര തവണയാണ്? 3 9 അല്ലേ? അപ്പോൾ 3 9 3 ഇൻറ്റു 3 9. 10 9 പോകുമ്പോൾ 1 കിട്ടി. ഈ 5 താഴേക്ക് ഇറക്കിട്ടോ. 3 15 5 തവണയല്ലേ? 3 5 15 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്കിവിടെ 35 എന്ന് കിട്ടി. അപ്പോൾ 3 ഇൻറ്റു 35 എന്ന് കിട്ടി. ഇനി കേട്ടോ ആവശ്യമില്ലാത്തത് ഓക്കെ. അപ്പോൾ 3 ഇനി നമുക്ക് ഇവിടേക്ക് വരുമ്പോൾ 3 എന്താണ്? 3 ഒരു അഭാജ്യ സംഖ്യയാണ്. അതുപോലെ എഴുതാം. 35നെ നമുക്ക് എന്താണ്? വീണ്ടും അത് ഭാജ്യസംഖ്യയാണ്, അഭാജ്യമല്ല. അപ്പോൾ നമുക്ക് 35 ഇങ്ങനെ ആദ്യം നമുക്ക് 35 ഒറ്റ സംഖ്യയാണ്. അപ്പോൾ 3ൽ പോവോ നോക്കണം. 3ൽ പോവോ നോക്കാൻ 3നെയും 5നെയും കൂട്ടി നോക്കാം. 3ഉം 5ഉം 8 ആണ് അല്ലേ? 8 3ന്റെ ഗുണിത പട്ടികയിലുണ്ടോ? ഇല്ല. അപ്പോൾ 35 3ന്റെ ഗുണിതം അല്ല മനസ്സിലായി. പിന്നെ 4ന്റെ ഗുണിതം എന്തായാലും ആവില്ല. പിന്നെ 5ന്റെ ഗുണിതം ആണോ നോക്കാം. യെസ്, 7 35 ആണ് അല്ലേ? 5 ഇൻറ്റു 7 ആണ് 35. അപ്പോൾ നമുക്ക് 105നെ നമുക്ക് എങ്ങനെ എഴുതാം? 3 ഇൻറ്റു 5 ഇൻറ്റു 7 എന്ന് എഴുതാം. 35നെ ഇങ്ങനെ നമുക്ക് എഴുതി. ഓക്കെ. ഇനി അടുത്തത് 144 ആണ്. അപ്പോൾ 144 നമുക്ക് നോക്കാം. 144 അല്ലേ കണ്ടേ? യെസ്. അപ്പോൾ 144 നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതെന്താണ്? ഒരു ഇരട്ട സംഖ്യയാണ്. 2 കൊണ്ട് ഗുണിക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. കാരണം ഇരട്ട സംഖ്യ ഇവിടെ 4 അല്ലേ? ലാസ്റ്റ് 0 2 4 6 8 ഇവരൊക്കെ ആണെങ്കിൽ ഇത് ഇരട്ട സംഖ്യയാണ്, അറിയായിരിക്കും അല്ലേ? അപ്പോൾ ഈ 144നെ നമുക്കൊന്ന് 2 കൊണ്ട് ഹരിച്ചു നോക്കാം. അപ്പോൾ 1ൽ പോയില്ല അല്ലേ? അപ്പോൾ 14 7 തവണയാണ്. 14 7 തവണ. 7 14. അപ്പോൾ 14 പറഞ്ഞപ്പോൾ 0 കിട്ടി. ഇനി ഈ 4ന് താഴേക്ക് ഇറക്കിട്ടോ. ഇവിടെ 0 ആയി. ഈ 4 2 തവണയാണ്. ഈ 2 4. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 72 ആണ് കിട്ടി. 2 ഇൻറ്റു 72. ഇനി 2 എന്താണ്? 2 ഒരു അഭാജ്യമാണ്. 2നെ ഒന്നും ചെയ്യണ്ട. 2ന്റെ കാര്യം ഓക്കെ ആയി. അപ്പോൾ 2നെ അതുപോലെ എഴുതി. ഇനി വീണ്ടും ഇവിടെ ഒരു ഇരട്ട സംഖ്യയാണ് തന്നിരിക്കുന്നത്. വീണ്ടും നമുക്ക് 2നെ കൊണ്ട് ഇൻറ്റു ചെയ്യാം. 2 ഇൻറ്റു 72ൽ എത്ര 2 ഉണ്ട് നോക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് വീണ്ടും ഹരിക്കാം. 72/2 ചെയ്യാം. അപ്പോൾ 3 6 7 6 പോകുമ്പോൾ 1 2 താഴേക്ക് ഇറക്കിയിട്ടു. 12ൽ 2 6 തവണ. അപ്പോൾ 6 12. അപ്പോൾ എന്ത് കിട്ടി? 36 എന്ന് കിട്ടി. ഓ 2ന്റെ കാര്യം ഓക്കെ. 2 എണ്ണം എന്ത് കിട്ടി? അഭാജ്യ സംഖ്യകൾ കിട്ടി. ഇനി ആകെ 36 ഉള്ളത്. ആ 36ന് വീണ്ടും അത് ഇരട്ട സംഖ്യയാണ് അല്ലേ? അതിന് വീണ്ടും 2 ഇൻറ്റു ഇനി 36/2 ചെയ്യണം. അപ്പോൾ 36 ഹരണം 2. അപ്പോൾ 3ൽ 2 ഒരു തവണയാണ് അല്ലേ? 2 2. ഇനി 3ൽ 2 കുറയ്ക്കുമ്പോൾ 1 കിട്ടി. 6 താഴേക്ക് ഇറക്കിയിട്ട് 16. 16ൽ 2 8 തവണ. ഈ 8 16 കേട്ടോ. അവിടെ 10 അല്ല, 8 8 16. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 18 എന്ന് കിട്ടിയില്ലേ? അപ്പോൾ ഇവിടെ
18 എന്ന് കിട്ടി. അപ്പോൾ 3 2 നമുക്ക് അഭാജ്യമായിട്ട് കിട്ടി. രണ്ടിനെ സുഖമായിട്ട് എഴുതാം. ഇനി 18നെ വീണ്ടും 18 എന്താണ്, വീണ്ടും ഇരട്ട സംഖ്യ കിട്ടി. വീണ്ടും 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 2 × 9 ആണ്. യെസ്. ഇനി അപ്പോൾ 4 2കള് നമുക്ക് അഭാജ്യമായിട്ട് കിട്ടി. ഇനി 9, ഈ 9നെ നമ്മൾ എന്ത് ചെയ്യണം? അത് 9 ഒരു ഒറ്റ സംഖ്യയാണ്. അതിന് 2ന്റെ ഗുണിതമല്ല, 3ന്റെ ഗുണിതാണ്. 3 × 3 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ 144 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? 2 × 2 × 2 × 2 × 3 × 3 ആണെന്ന് കിട്ടി. മനസ്സിലായോ? ഓക്കെ. ഇനി അടുത്തത് 330 ആണ് അല്ലേ? അപ്പൊ 330 നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നോക്ക്, ലാസ്റ്റ് ഇവിടെ 0 ആയതുകൊണ്ട് ഇത് എന്താണ്? ഇതൊരു ഇരട്ട സംഖ്യയാണ് അല്ലേ? അപ്പൊ ഇരട്ട സംഖ്യയാണ്, നമുക്ക് 2 കൊണ്ട് ഹരിക്കാൻ പറ്റും, ഗുണിക്കാൻ പറ്റും. അപ്പൊ 2 × എഴുതി. ഇരട്ട സംഖ്യയാണ് 2 കൊണ്ട് ആദ്യം നിർബന്ധമായിട്ട് ചെയ്യണം കേട്ടോ. വലിയ നമ്പർ 5 കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ അവിടെ ആരാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്? 2-നാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മള് 330 ഹരണം 2 ചെയ്ത് നോക്കാം. 3 2 ഒരു തവണ, 1 × 2 2, 3 2 കുറയ്ക്കുമ്പോൾ 1 കിട്ടി. 3നെ താഴേക്ക് ഇറക്കിയിട്ട് 13 ആയി. 13 2 പോവോ? ഇല്ല. പക്ഷെ തൊട്ട് താഴെയല്ല 12-ലുണ്ട്. അപ്പോൾ ഈ 6 12, 13-ൽ നിന്നും ഒരു 12 പോകുമ്പോൾ 1 കിട്ടി. ഈ 0 ഇങ്ങനെ താഴേക്ക് വന്നു. 10, 10-ൽ 2 5 തവണ. അപ്പം നമുക്ക് എന്ത് കിട്ടി? 165 കിട്ടി. 165. ഓക്കെ. അപ്പോൾ ഇനി ഈ 2 കാര്യം ഓക്കെ. ഇനി 165. അയ്യോ, ഒറ്റ സംഖ്യ ആയി പോയല്ലോ. ഒറ്റ സംഖ്യ നമുക്ക് 2 കൊണ്ട് പറ്റില്ല. അപ്പൊ അടുത്തത് ആളാരാണ്? 3 ആണ്. 3 കൊണ്ട് പറ്റുമോ നോക്കണം. എങ്ങനെയാണ് ഇപ്പോൾ 165 കിട്ടിയത്? അപ്പോൾ 1 + 6 + 5 ചെയ്ത് നോക്കാം. 1ഉം 6ഉം 7, 7ഉം 5ഉം 12. 12 3ന്റെ ഗുണിത പട്ടികയിലുണ്ടോ? 3 4 12 ആണല്ലേ? യെസ്. അപ്പോൾ ഇത് 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഇവിടെ 165നെ 3 × എഴുതി വെക്കാം. ഇനി 165 നമുക്ക് എന്ത് ചെയ്യാം? 3 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കാം. 165 ഹരണം 3. അപ്പോൾ 16-ല് ഒന്നിന് പോയില്ല. 16-ല് എത്ര പോവാൻ നോക്കുമ്പോൾ 3 5 15 ആണ് അല്ലേ? ഞാറാണ് വേറെ 18 ആയി. അപ്പോൾ 3 5 ആണ്. അപ്പോൾ 15. അപ്പോൾ 16-ന്ന് 15 പോകുമ്പോൾ 1 കിട്ടി. താഴെ 5-നോട് വായോ പറഞ്ഞ് താഴേക്ക് ഇറക്കിയിട്ടു. 15 താഴേക്ക് വന്നു. 15-ൽ 3 5 തവണ 15. അപ്പോൾ 3 3 5 15. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 55 എന്ന് കിട്ടി. അപ്പോൾ 3 × 55 എന്ന് കിട്ടി. ഇനി വീണ്ടും 2 ഒരു അഭാജ്യം, 3 ഒരു അഭാജ്യം, 55 കാണുമ്പോൾ ഇങ്ങനെയുള്ള സംഭവം, അതായത് 22 11 11 11 ആദ്യം 22 33 44 55 66 77 88 99 ഇവരൊക്കെ ഇതിൽ നമ്മുടെ ഇരട്ട സംഖ്യയാണ്. ഓക്കെ, ഇവരൊക്കെ പോട്ടെ. ഈ ഒരു 22ഉം ഇവരൊക്കെ പോട്ടെ, 44ഒക്കെ പോട്ടെ. അല്ലാത്തവരില്ലേ ഈ 11 33 55 77 88 99 പോട്ടെ. അവരിതിൽ ഈ കളിക്കില്ല. ഇവരൊക്കെ പറഞ്ഞാൽ ഇവർക്കൊക്കെ നമ്മൾ ഗുണിതപ്പട്ടിക എന്താണ് ചൊല്ലുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ 2-ന്റെയും 3-ന്റെയും 4-ന്റെയും 5-ന്റെയും ഒക്കെ നമുക്ക് അറിയാം അല്ലേ? അതിലൊന്നും ഈ 77 അല്ലെങ്കിൽ 55 അല്ലെങ്കിൽ 11 അല്ലെങ്കിൽ 44 കാണില്ല. ഈ ഒരു ടേബിൾ 2-ന്റെയും ഇല്ല, 3-ന്റെയും ഇല്ല, 4-ന്റെയും ഇല്ല, 5-ന്റെയും ഇല്ല, 6-ന്റെയും ഇല്ല, 7-ന്റെയും ഇല്ല, 8-ന്റെയും ഇല്ല. 10 വരെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, 10 വരെ ഇല്ല. അപ്പോൾ ഇവരെവിടെ ഇരിക്കണത്? ഇവരൊക്കെ പോയിട്ട് 11-ന്റെ ടേബിളിലാണ് ഇരിക്കണത്. അതായത് 11 × 1 11, 11 × 2 12 22, 11 × 3 33 ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ 55 എന്ന് പറഞ്ഞാൽ അപ്പോൾ ആലോചിക്കണം, ഇവർ എതിരില്ല 11-ന്റെ ആളാണ്. അപ്പോൾ 5 × 11 ആണ് 55. ഇവിടെ ഒരു 33 ആണെങ്കിൽ 3 × 11 ആയിരുന്നു. ഇവിടെ 77 ആണെങ്കിൽ 7 × 11 ആയിരുന്നു. അപ്പോൾ ഇതാ ഇങ്ങനെ കിട്ടി. ഇനി 11 നമുക്ക് ഏതെങ്കിലും ഒരു ഗുണിതപ്പട്ടികയിൽ 11 കണ്ടിട്ടുണ്ടോ? 1 × 11 അല്ലാതെ 11 ഇല്ല. കാരണം അതെന്താണ്? അതൊരു അഭാജ്യ സംഖ്യയാണ്. അപ്പോൾ നമുക്ക് കിട്ടി 330 നമുക്ക് എങ്ങനെ എഴുതാം? 2 × 3 × 5 × 11 എന്ന് എഴുതി തരാം. മനസ്സിലായോ? ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്തത് 900. എത്രയാണ്? 900 അല്ലേ? 900 നോക്കാം.
900 കാണുമ്പോഴേ എന്താണ് ഇതൊരു ഇരട്ട സംഖ്യയാണ്. സമാധാനമായി 2 കൊണ്ട് എന്തായാലും ഹരിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് 900 2 കൊണ്ട് ഹരിച്ചു നോക്കാം. 900 ഹരണം 2. 9 2 ഇല്ല, പക്ഷേ തൊട്ട് താഴെ 8 24 8ആണ്. 9 8 പോകുമ്പോൾ 1 കിട്ടി. ഇനി ഒരു 0 താഴേക്ക് ഇറക്കിയിട്ട് 10. 10 2 5 തവണ, അപ്പോൾ 10ആയി. ഇനി ഈ 0 താഴേക്ക് ഇറക്കി കേട്ടോ. നിങ്ങളുടെ താഴെ വെറും 0 താഴേക്ക് വന്നപ്പോൾ ഇവിടെ 0 മാത്രമേ 0 നേരെ മുകളിക്കോളാൻ പറഞ്ഞു. ഇവിടെ കയറി ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ 450 എന്ന് കിട്ടി. അപ്പോൾ 2 × 450 നമ്മുടെ 900. ഇനി എന്ത് ചെയ്യാം? ഈ 2 അതേപോലെ താഴേക്ക് ഇറക്കിയിട്ടു. ഇനി 450 ഇവിടെ 0 ആണ്, ഇരട്ട സംഖ്യയാണ്. 2 കൊണ്ട് പോകുന്നു മനസ്സിലായി. ഇനി 2 കൊണ്ട് എത്ര നോക്കാം, നമുക്ക് ഇവിടെ നിന്ന് വരച്ചു നോക്കാം. 450 ഹരണം 2. ഈ 2 4. കുറച്ചപ്പോൾ 0 കിട്ടി. 5നോട് താഴേക്ക് വരാൻ പറഞ്ഞു. 2 5 2 തവണ. ഈ 2 4. 5 4 പോയപ്പോൾ 1 കിട്ടി. 0നോട് വായോ പറഞ്ഞു. താഴേക്ക് ഇറക്കിയിട്ട് ഇവിടെ 10ആയി. 10 5 തവണ. ഈ 5 10. നമുക്ക് 225 എന്ന് കിട്ടിയപ്പോൾ 2 × 2 × 225 എന്ന് കിട്ടി. ഓക്കെ. ഇനി ഈ 2നെ സുഖമായിട്ട് 2 × 2 എഴുതാം. ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഇതെന്താണ്? ഇതൊരു ഒറ്റ സംഖ്യയാണ്. ഒറ്റ സംഖ്യയിൽ എന്ത് പോയില്ല? 2 കൊണ്ട് പോയിട്ടില്ല അല്ലേ? അപ്പം നമുക്ക് എന്ത് നോക്കണം? നമുക്ക് 3 കൊണ്ട് പോവോ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ 3 കൊണ്ട് പോവാൻ നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 225 അല്ലേ? അപ്പോൾ 2 + 5 ചെയ്ത് നോക്കാം. അപ്പോൾ 2 2 4, 4 5 9. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 9 എന്ന് കിട്ടി. 9 എന്താണ്? 3ന്റെ ഗുണിതാണ്. അപ്പോൾ അതിൽ 3ൽ പോകുന്ന ഉറപ്പായി. അപ്പോൾ 3 × എഴുതി വയ്ക്കാം. ഇനി എത്രയും എഴുതാൻ അറിയാൻ നമുക്ക് എന്ത് ചെയ്യണം? 225നെ ഒന്ന് 3 കൊണ്ട് ഹരിച്ചു നോക്കാം. അപ്പോൾ 2ൽ പോവില്ല, 22ൽ പോകുമ്പോൾ നമുക്കറിയാം 3 7 21 അല്ലേ? 22 21 പോകുമ്പോൾ 1 കിട്ടി. ഈ 5 താഴേക്ക് ഇറക്കിയിട്ട് 15ൽ 3 5 തവണ. 3 5 15 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 75 എന്ന് കിട്ടി. ഓക്കെ. ഇനി 2 ഒരു അഭാജ്യമാണ്, 2 ഒരു അഭാജ്യമാണ്, 3 ഒരു അഭാജ്യമാണ്. ഈ 75 2 കൊണ്ട് പോകാൻ നോക്കണം. 2 കൊണ്ട് പോവില്ല, കാരണം ഒറ്റയാണ്. 3 കൊണ്ട് പോകാൻ നോക്കണം. ഇങ്ങനെ ചെയ്യാം. 7 + 5 ചെയ്യാം. 7 + 5 12. 12 എന്താണ്? 3 4 12 ആണ്. 12 നമ്മുടെ 3ന്റെ ഒരു ഗുണിത പട്ടികയിൽ വരുന്ന ആളാണ്. അപ്പോൾ അത് 3ൽ പോകും നമുക്ക് മനസ്സിലായി അല്ലേ? അപ്പോൾ നമുക്കതിനെ 75ന് 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നത് മനസ്സിലായി. അപ്പോൾ 75 ഹരണം 3. അപ്പോൾ നമുക്ക് 7ൽ 3 പോവില്ല, പക്ഷെ 6ൽ പോവും. അപ്പോൾ 7 3 6. ഇനി 7 4 1 5 താഴേക്ക് 15 3 5 15. അപ്പോൾ എന്ത് കിട്ടി? 25 എന്ന് കിട്ടി. യെസ്. അപ്പോൾ ഈ 2 ഒരു അഭാജ്യം, ഈ 2 ഒരു അഭാജ്യം, ഈ 3 ഒരു അഭാജ്യം. ഇനി 25 ഉണ്ട്. 25 നമുക്ക് നോക്കി നോക്കാം. 25 ഹരണം 3 പോവോ നോക്കണം. 3 പോവോ നോക്കണതിന് മുമ്പേ നമുക്ക് എന്ത് ചെയ്യണം? 2 + 5 ചെയ്ത് നോക്കാം. അപ്പോൾ 7 ആണ്. ഇല്ല, 3ൽ പോകില്ല എന്ന് മനസ്സിലായി. 3ൽ പോയില്ലേ, പിന്നെ നമ്മൾ 5 ഉള്ളൂ. അപ്പോൾ 5 × 5 എന്ന് എഴുതണം. 5 അല്ലേ 25. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ കിട്ടി 900. അതായത് ഈ 900നെ നമുക്ക് എങ്ങനെ ആക്കി എഴുതാം? നമുക്ക് 2 × 2 × 3 × 5 × 7 ഇങ്ങനെ ആക്കി എഴുതാം നമുക്ക്. ഓക്കെ. ഇനി അപ്പം അത്രയേ ഉള്ളൂ. ഇവിടെ നമ്മുടെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി എല്ലാ ഘടകങ്ങളും, അതായത് എല്ലാ ഘടകങ്ങളും നമുക്ക് എഴുതി വെക്കാം. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, വേറെ കുറച്ച് ഘടകങ്ങൾ ഉണ്ട് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്കതിന് എക്സാമ്പിളാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ പറഞ്ഞ ഒരാളെ എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ 15 എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ അവിടെ നമുക്ക് തന്നിരിക്കുന്നത് 6 ആക്കി എടുക്കാം. 6 6ന്റെ ഘടകങ്ങൾ എന്താണ്? 6 2 × 3 ആണ് അല്ലേ? 2 3 മാത്രമാണ് 6ന്റെ ഘടകങ്ങൾ. നമ്മൾ ആ ഘടകങ്ങൾ ഇൻറ്റു ചെയ്യുമ്പോൾ നമ്മുടെ നമ്പർ കിട്ടണം. 2 × 3 6. അപ്പം അതുപോലെ നമുക്ക് 1 × 6 ആക്കിയിട്ട് എഴുതൂടെ? ഇതും എന്താണ്? ഇതിന്റെ ഘടകങ്ങൾ. അപ്പോൾ 2ഉം 3ഉം 1ഉം 6ഉം എന്തിന്റെ ഘടകങ്ങളാണ്? നമ്മൾ 6ന്റെ ഘടകമാണ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഘടകങ്ങളാക്കി എഴുതാനാണ് ഇവിടെ ക്വസ്റ്റ്യൻ. ഇവിടെ ചുവടെയുള്ള സംഖ്യകളുടെ എല്ലാ ഘടകങ്ങളും കണ്ടുപിടിക്കുക. ഒരു ഘടകവും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മളവിടെ വിട്ടു പോകാൻ പാടില്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് 35 ആണ്. അപ്പോൾ 35ന്റെ ഘടകങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ബോർഡ് എടുക്കട്ടെ. 35. ഏതൊരു
നമ്പർ തന്നാലും ആലോചിക്കണേ, ഒന്നും അതേ നമ്പറും അതിന്റെ ഘടകങ്ങളാണ്. 1 × 35 അല്ലേ? യെസ്. ഇനി അടുത്തത് ഇതൊരു ഇരട്ട സംഖ്യ അല്ല, ഒരൊറ്റ സംഖ്യയാണ്. അപ്പൊ അത് എന്താവില്ല, രണ്ടും കൊണ്ട് ഗുണിക്കാൻ പറ്റുണ്ടാവില്ല. പിന്നെ 3ആണ്. 5ഉം 3ഉം കൂട്ടുമ്പോൾ 8ആണ് കിട്ടുക. 8 3ന്റെ ഗുണിതമല്ല. പിന്നെ ഉള്ളത് 5ആണ്. അപ്പൊ 5 × 7 ശരിക്കും. 35ആണ്. അപ്പൊ നമുക്ക് ഇൻറ്റു സൈൻ ഒന്നും വേണ്ട. അപ്പൊ നമുക്ക് ഘടകങ്ങളെ എഴുതുമ്പോൾ നമുക്ക് ആദ്യം ചെറുതിനെ എഴുതാം 1, പിന്നെ അടുത്ത ചെറുതിന് അടുത്ത വലുത് 5, പിന്നെ 7, പിന്നെ 35. മനസ്സിലായോ? അപ്പോൾ 35ന്റെ ഘടകങ്ങൾ 1ഉം 5ഉം 7ഉം 35ഉം ആണ്. ഓക്കെ. ഇനി അതിൽ അടുത്തത് ഏതാണ്? 77ആണ്. നമുക്ക് 77 ചെയ്ത് നോക്കാം. 77ന് 1ഉം 77 മറക്കാം. എല്ലാവരും അത് മറന്നു പോട്ടോ. ഒന്ന് പറഞ്ഞാൽ സകലയിടത്തും ഉണ്ടാവണം, എല്ലായിടത്തും കാണുന്ന പറയില്ലേ, ആള് എന്താ പറയാ, ആള് ആക്റ്റീവാണ്. ഏതൊരു നമ്പർ എടുത്തോ അതിൻ്റെ ഒക്കെ ഒരു ഘടകമായിട്ട് ആരുണ്ടായിരിക്കും? ഒന്നുണ്ടായിരിക്കും. പ്രൈം നമ്പർ നോക്കുക, അതായത് നമ്മുടെ അഭാജ്യ സംഖ്യ നോക്കുമ്പോൾ അവിടെയും ചിലപ്പോൾ ഒന്നുണ്ടായിരിക്കും. എവിടെ നോക്കിയാലും ഒന്ന് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒന്നിനെ മറക്കാൻ പാടില്ല. ഒന്നും പിന്നെ ഇതേ നമ്പറും 1 × 77 കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 77, 55, 33 ഇത്യാദി നമ്പറൊക്കെ കാണുമ്പോൾ അപ്പം നമ്മൾ പറയണം അത് 11ഉം 7ഉം കൂടി ഇൻറ്റു ചെയ്തതാണ്. 11 × 7 ആണത്. അപ്പൊ നമുക്ക് നമ്മുടെ ഘടകങ്ങൾ ആദ്യം 1 എഴുതി, പിന്നെ അടുത്തത് 7 എഴുതി, പിന്നെ 11 എഴുതി, പിന്നെ 77 എഴുതി. അപ്പൊ ഇതാണ് ഈ 77ന്റെ ഘടകങ്ങൾ എന്ന് പറഞ്ഞത്. ഓക്കെ. ഇനി അടുത്ത നമ്പർ ഇവിടെ തന്നിരിക്കുന്നത് 26ആണ്. അപ്പൊ 26 നമുക്ക് നോക്കാം. 26 എന്താണ്? നമുക്ക് 1ഉം 26ഉം മറക്കാൻ പാടില്ല കേട്ടോ. പിന്നെ അതെന്താണ്? ഒരു ഇരട്ട സംഖ്യയാണ്. അപ്പൊ 2 കൊണ്ട് എന്തായാലും 2 ഘടകമാണ്. അത് 2 എത്ര നോക്കാൻ എന്ത് ചെയ്യണം? 26 × 2 ചെയ്ത് നോക്കാം. അപ്പോൾ 2 2, 6 3, 23 6, അപ്പൊ 13. അപ്പൊ 2ഉം 13ആണ്. മനസ്സിലായോ? അടുത്തത് സെക്കൻഡ് 2ഉം 13ഉം. അപ്പൊ നമുക്ക് ഘടകങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് ആദ്യം ചെറുതിനെ എഴുതണ്ടേ? 1, അടുത്തത് 2, അടുത്തത് 13, അടുത്തത് 26. ഇതാണ് ഇതിന്റെ ഘടകങ്ങൾ. ഇനി അടുത്ത നമുക്ക് നമ്പർ തന്നിരിക്കുന്നത് 51ആണ്. അപ്പൊ 51 ചെയ്ത് നോക്കാം നമുക്ക്. 51 എന്താണ്? ഒരു ഒറ്റ സംഖ്യയാണ്. അപ്പൊ നമുക്ക് ആദ്യം 51 മറക്കണ്ട, അത് ആദ്യം എഴുതാം. ഇനി 51 നമുക്ക് 3 കൊണ്ട് പറ്റുമോ? ഒറ്റല്ലേ? അപ്പൊ 5 കൊണ്ട് പറ്റുമോ നോക്കണമെങ്കിൽ 3 കൊണ്ട് പറ്റുമോ നോക്കണം. അപ്പൊ എന്ത് ചെയ്യുക? ഈ 5ഉം 1ഉം കൂടി കൂട്ടി വെക്കുക. അപ്പൊ 5 + 1 6ആണ്. അപ്പൊ സമാധാനമായി, 3ൽ പോകുന്നുണ്ട് അല്ലേ? അപ്പൊ 3 1ആണ്. ഈ 51നെ 1 എന്ത് ചെയ്യാം? 3 കൊണ്ട് ഹരിച്ചു നോക്കാം. അപ്പോൾ 1 3 3, 5 3 പോകുമ്പോൾ 2, 21 3 21. അപ്പോൾ നമുക്ക് 17 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം 1 എഴുതി, പിന്നെ 3 എഴുതി, പിന്നെ 17 എഴുതി, പിന്നെ 51 എഴുതി. അപ്പൊ ഇവരാണ് നമ്മുടെ 51ന്റെ ഘടകങ്ങൾ. ഓക്കെ. പിന്നെ അടുത്ത നമ്പർ തന്നിരിക്കുന്നത് 95ആണ്. അപ്പൊ 95 കൂടി നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ചെയ്യാം അല്ലേ? അല്ല, ഇതാണ് വായിച്ചിട്ട് ചെയ്യാം. 95 കാണുമ്പോൾ എന്ത് തോന്നുന്നുണ്ട്? ആദ്യം 1ഉം 95ഉം മറക്കാതെ എഴുതാം. പിന്നെ ഇത് ഒരു ഒറ്റയാണ്. ഒറ്റ 9ഉം 5ഉം കൂട്ടിയൊക്കെ 9ഉം 5ഉം 14ആണ്. ഒരിക്കലും എന്തില്ല, ഇതിൽ പോയില്ല അല്ലേ? നമ്മളെ 3ൽ പോയില്ല. അപ്പോ ഇനി വേറെ ഏതിലാ പോവാന്ന് നോക്കണം. അപ്പോ പിന്നെ ഇവിടെ 3 കഴിഞ്ഞാൽ പിന്നെ 4ൽ എന്താണ് പോയില്ല, കാരണം ഇവിടെ ഒറ്റയല്ലേ. അപ്പൊ പിന്നെ 5ആണ്. 5ൽ പോകുന്ന അറിയാം, കാരണം ഇവിടെ 5ഓ 0 ലാസ്റ്റ് നമ്പർ 5ഓ 0 ആണെങ്കിൽ അത് 5 കൊണ്ട് ഹരിക്കാൻ പറ്റും നമുക്കറിയാം. അപ്പൊ 95ൽ 5ൽ പോകും. അപ്പൊ 5 ഒരു ഘടകമാണ്. ഇനി 95 × 5 ചെയ്ത് നോക്കാം. അപ്പോൾ 5 5, 9 5 4, 5 താഴേക്കരുത് 45, 45ൽ 5 9 ആണ്. 95 45 അല്ലേ? അപ്പോൾ 19 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ ഘടകങ്ങൾ 1 5 19 95. അടുത്തത് നമുക്ക് നമ്മളോട് ചോദിക്കുകയാണ് 30ന്റെ ഘടകങ്ങൾ എന്ന് കാണുമോ ചോദിച്ചു. അപ്പോൾ 30ന്റെ ഘടകങ്ങൾ നമ്മൾ കാണട്ടോ. 30 നമുക്ക് എങ്ങനെ ആക്കി എഴുതാം? 2 × 15 ആക്കി എഴുതാം. ഇനി 2 × 15 നമുക്ക് 3 × 5 ആക്കി എഴുതാം അല്ല. അപ്പൊ നമ്മൾ പറഞ്ഞു കിട്ടിപ്പോയി. 30ന്റെ ഘടകങ്ങൾ 1 2 3 5 30 ഇത്രയാണെന്ന് പറഞ്ഞു. അപ്പല്ലേ ഒരു കുട്ടി ചോദിക്കാണേ, അമ്പടാ അങ്ങനെയാണെങ്കിൽ നിങ്ങളെ 5 × 6 എന്ന് പറഞ്ഞാൽ അത് 30 അല്ലേ? അപ്പൊ ഈ 5ഉം 6ഉം 30ന്റെ ഘടകം ആവേണ്ടതല്ലേ? നിങ്ങൾ ഇതിൽ 5 6 5 എഴുതിയിട്ടുണ്ട്, 6 എഴുതിയിട്ടില്ലല്ലോ.
യെസ്, അപ്പൊ നമുക്ക് തെറ്റുപറ്റി. അല്ലെങ്കിൽ നമുക്ക് പറയാം അപ്പൊ വേറൊരു കുട്ടി പറയാണ്, അങ്ങനെയാണെങ്കിലേ 10 × 3 30 അപ്പോ ഇവിടെ 10 കൂടി ഇവിടെ ഘടകമായിട്ട് വരേണ്ടതല്ലേ? അത് ശരിയാണല്ലോ. അതിപ്പോ എങ്ങനെ വരിക അല്ലേ? അപ്പൊ നമുക്ക് അവിടെയാണ് നോക്കേണ്ടത്. നമ്മൾ സാധാരണ 30ന്റെ ഘടകങ്ങൾ നമുക്ക് 2 × 3 × 5 ആണ് അല്ലേ? ആ 2, 3, 5 ഇവരെന്താണ്? ഇവർ നമ്മുടെ അഭാജ്യ സംഖ്യകളാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി അടുത്ത ഘടകങ്ങൾ കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ അഭാജ്യ സംഖ്യകൾ തമ്മിൽ എന്ത് ചെയ്യണം? ഗുണിക്കണം. അതായത് ആദ്യം ഈ 2നെയും 3നെയും പിടിച്ച് ആദ്യം ഗുണിക്കാം. പിന്നെ 2നെയും 5നെയും പിടിച്ച് ഗുണിക്കാം. പിന്നെ 3നെയും 5നെയും പിടിച്ച് ഗുണിക്കാം. അപ്പൊ നമുക്ക് 2 × 3 6, 2 × 5 10, 3 × 5 15. അപ്പൊ ഈ 6ഉം 10ഉം 15 എന്ത് തന്നെയാണ്? നമ്മുടെ 30ന്റെ ഘടകങ്ങൾ തന്നെയാണ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇവിടെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അങ്ങനെയാണെങ്കിലേ നിങ്ങളെ 42നെ 3 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായി എഴുതി ഘടകങ്ങളെല്ലാം കണക്കാക്കാമോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളാണ് വിടോ? നമുക്കറിയില്ലേ, നമ്മളൊക്കെ 42 നമുക്ക് എഴുതാൻ പറ്റും. എങ്ങനെ എഴുതാം? നമുക്ക് ആദ്യം പിന്നെ എടുക്കട്ടെ. 42നെ നമുക്ക് ആദ്യം എങ്ങനെ എഴുതാം? ഇരട്ട സംഖ്യ ആയതുകൊണ്ട് 2 × 42/2 നമുക്ക് 21 കിട്ടും. ഇനി 2 × 21 നമുക്ക് എങ്ങനെ എഴുതാം? 3 × 7 എന്ന് എഴുതാം. അപ്പൊ അതാ 3 എണ്ണാക്കി നമുക്ക് കിട്ടി. ഈ 3ഉം എന്താണ് മക്കളെ? 3ഉം അഭാജ്യ സംഖ്യകളാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അഭാജ്യ സംഖ്യയുടെ ഗുണനഫലമായിട്ട് എഴുതണം. പിന്നെ എല്ലാ ഘടകങ്ങളും എഴുതണം. അപ്പൊ നമുക്ക് നോക്കാം. നമ്മുടെ അഭാജ്യ സംഖ്യ നമുക്ക് ഇത് 3 നമ്മുടെ ഘടകങ്ങളായിട്ട് 2, 3, 7 ഇവിടെ ഘടകങ്ങളായിട്ട് ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇവരുടെ അടുത്ത നമ്മൾ ഘടകങ്ങൾ നോക്കാം. അതായത് ഇവർ തമ്മിൽ ഗുണിക്കുക. അതായത് 2 × 3 ഇവരെ ഇനി 2 × 7 ചെയ്യാം. പിന്നെ 3 × 7. അപ്പൊ 2 × 3 6, 2 × 7 14, 3 × 7 21. അപ്പൊ ഇതിന്റെ കൂടെ ഈ 6ഉം 14ഉം, അതായത് ഇവിടെ നമുക്ക് 2 ഉണ്ട്. പിന്നെ നമ്മൾ 1ഉം പിന്നെ 42 അതുപോലെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇതിന്റെ കൂടെ 1ഉം 42 കൂടി ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ഘടകങ്ങൾ? 1 ഉണ്ട്, 2 ഉണ്ട്, പിന്നെ ഇവിടുത്തെ 3 ഉണ്ട്, പിന്നെ 4 ഇല്ല, 5 ഇല്ല, ഇവിടെ 6 ഉണ്ട്, ഇവിടുത്തെ 6 ഉണ്ട്, അപ്പൊ ഇവിടെ 6 ഉണ്ട്, 7 ഇവിടുത്തെ 7 ഉണ്ട്, പിന്നെ 14 ഉണ്ട്, 21 ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ 42ന്റെ ഘടകങ്ങൾ എന്ന് പറഞ്ഞാല്. മനസ്സിലായോ? ഇനി ഇതാ ഇവിടെ നിങ്ങളുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. എന്താണ്? ചുവടെയുള്ള സംഖ്യകളെയെല്ലാം 3 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായി എഴുതി എല്ലാ ഘടകങ്ങളും കണക്കാക്കുക. നമുക്കറിയാം, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യാം. ആദ്യം 66 ആണ് കേട്ടോ. അപ്പൊ നമുക്ക് 66 ആദ്യം ഗുണിതങ്ങളാക്കി എഴുതാം. അതാ 66 എഴുതി. ആദ്യം നമുക്കറിയാം 66 ഇരട്ട സംഖ്യയാണ്. അപ്പൊ 2 × 33 ആണ് 66. ഇനി അപ്പൊ 33 പറഞ്ഞാൽ എന്താണ്? ഒരു 33, 55 എന്നൊക്കെ കാണാൻ നമുക്ക് എന്ത് വേണം? 2 × 11 × 3 ആണ് അല്ലേ? അപ്പൊ നമുക്ക് ഘടകങ്ങൾ കിട്ടി. അതായത് അഭാജ്യ സംഖ്യകളായിട്ട് കിട്ടി. ഇവിടൊക്കെ എന്താണ്? ഇതിന്റെ ഘടകങ്ങൾ തന്നെയാണ്. എന്ത് സംഖ്യകളാണ്? 2ഉം 11ഉം 31 ഒക്കെ പറഞ്ഞാൽ അഭാജ്യ സംഖ്യകളാണ്. ഇനി നമുക്ക് അഭാജ്യ സംഖ്യയുടെ ഗുണിതങ്ങളായിട്ട് എഴുതണം. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? ആദ്യം 2നെ ഇവർ രണ്ടുപേരും ഇൻറ്റു ചെയ്തു. 2 × 11. പിന്നെ ഇവർ രണ്ടുപേരും ചെയ്തു 2 × 3. പിന്നെ എന്ത് ചെയ്യുന്നു? ഇവർ രണ്ടുപേരും ചെയ്തു 11 × 3 ചെയ്തു. അപ്പൊ നമുക്ക് 2 × 11 എന്തുണ്ട്? 22 കിട്ടി. 2 × 3 എന്തുണ്ട്? 6 കിട്ടി. 11 × 3 എന്ത്? 33 കിട്ടി. അപ്പൊ നമുക്ക് ഇനി ഘടകങ്ങൾ എഴുതി നോക്കാം. അപ്പൊ ഘടകങ്ങൾ എഴുതി നോക്കുമ്പോൾ ആദ്യം നമ്മൾ 1 എഴുതണം. ഇവിടെ ഇതിന്റെ കൂടെ തന്നെ 1ഉം 66 ഇവിടെ ഘടകങ്ങളാണ്. അപ്പൊ 1. പിന്നെ ഇതാ ഇവിടെ 2 ഉണ്ട്, പിന്നെ 3 ഉണ്ട്, ഇതാ 3 എഴുതി. പിന്നെ ഇവിടെ 6 ഉണ്ട്, 6 ഉണ്ട്. പിന്നെ നമ്മൾ 11 ഉണ്ട്, 11 ഉണ്ട്. പിന്നെ നമ്മൾ 22 ഉണ്ട്, 22 ഉണ്ട്. പിന്നെ നമ്മൾ 33 ഉണ്ട്, 33 ഉണ്ട്. ലാസ്റ്റ് നമ്മൾ 66 ഉണ്ട്. ഇത്രയും ഘടകങ്ങൾ ആരുടെ ഘടകങ്ങളാണ്? നമ്മുടെ 66. അപ്പൊ എത്ര ഉണ്ട്? 4ഉം 4ഉം 8 എണ്ണം. ടോട്ടൽ 8 ഘടകങ്ങളുണ്ട്. ഓക്കെ, ഞാൻ അടുത്ത നമ്പർ നോക്കാം. നമുക്ക് അടുത്ത 70 ആണ്. അപ്പൊ 70 നമുക്ക് നോക്കാം. 70 നമുക്ക് ഇതുപോലെ എല്ലാ ഘടകങ്ങളും ആക്കി എഴുതണം. സംഭവം സൂപ്പറാണ് കേട്ടോ, ചെയ്യാൻ നല്ല സുഖമുള്ളൊരു ഇതാണ്. 70 നമുക്ക് എങ്ങനെ എഴുതാം? ഇരട്ടയും കൊണ്ട് 2 × 35 എന്ന് എഴുതാം.
ഓക്കെ. 2 × 35 എഴുതാൻ നമുക്ക് വീണ്ടും എങ്ങനെ എഴുതിക്കാം? 2 × 35 നമുക്ക് 5 × 7 എന്ന് എഴുതാം. അപ്പൊ ഇതാണ് നമ്മുടെ എന്ത് അഭാജ്യ സംഖ്യകൾ, അഭാജ്യ ഘടകങ്ങൾ, അഭാജ്യ സംഖ്യകളായ ഘടകങ്ങളാണ് 70ന്റെ. ഇനി നമുക്ക് ഇതിന്റെ ഗുണിതങ്ങളായിട്ട് എഴുതണം. ഗുണിതങ്ങളായിട്ട് എഴുതുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? 2നെയും 5നെയും ഇൻറ്റു ചെയ്യാം. 2 × 5. പിന്നെ എന്ത് ചെയ്യണം? 2 × 7 ചെയ്യാം. 2 × 7. പിന്നെ എന്ത് ചെയ്യാം? 5 × 7 ചെയ്യാം. അപ്പൊ 2 × 5 10, 2 × 7 14, 5 × 7 35. അപ്പൊ നമുക്ക് ഘടകങ്ങൾ എഴുതുമ്പോൾ ആദ്യം നമ്മൾ ഒന്ന് സാറിന് നമ്മൾ ആദ്യം എഴുതി. പിന്നെ നമ്മൾ 2, പിന്നെ 5, 7, 10, 14, 35, അവസാനം നമ്മൾ 70 കൂടി എഴുതി. അപ്പോഴും നമുക്ക് 8 എണ്ണം കിട്ടിയിട്ടുണ്ടായിരിക്കും കേട്ടോ. 1, 2, 3, 4, 5, 6, 7, 8 8 ഘടകങ്ങൾ നമ്മുടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ഇനി അടുത്ത നമ്പർ 105 ആണ് അല്ലേ? അപ്പൊ 105 നമുക്ക് ചെയ്ത് നോക്കാം. 105. അപ്പൊ 105 കാണുമ്പോൾ നമുക്ക് 2 കൊണ്ട് പോവില്ല. അപ്പൊ 3 കൊണ്ട് പോകുന്നൊക്കെ 1ഉം 5ഉം കൂട്ടിയൊക്കെ. അപ്പൊ 6 3ന്റെ ഗുണിതാണ്, 3 കൊണ്ട് പോവും. അപ്പൊ 3 × 35 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 3ന് 3 ഒരു അഭാജ്യാണ്. 35 നമ്മൾ നേരത്തെ കണ്ടു എന്താണ്? 5 × 7 ആണ്. ഓക്കെ. അപ്പൊ ഇതാണ് ഇതിന്റെ അഭാജ്യ ഘടകങ്ങൾ, അഭാജ്യ ഘടകങ്ങൾ. ഇനി അഭാജ്യ സംഖ്യയുടെ ഗുണനഫലം എഴുതുമ്പോൾ 3 × 5 ചെയ്യണം. ആദ്യം 3 × 5 ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം? 3 × 7 ചെയ്യണം. 3 × 7 ചെയ്യണം. പിന്നെ 5 × 7 ചെയ്യണം. അപ്പൊ 3 × 5 15, 3 × 7 21, 5 × 7 35. അപ്പൊ ഇനി ഘടകങ്ങൾ എഴുതുമ്പോൾ ഒന്ന് സാറിന് ആദ്യം എഴുതിയേ 1, പിന്നെ നമുക്ക് ചെറുതാദ്യം ഏതാണ്? 3, 5, 7, 15, 21, 35, ലാസ്റ്റ് നമ്മുടെ 105 കൂടി അതേ നമ്പറും കൂടി വരണം. അപ്പോൾ അപ്പോഴും നമുക്ക് എത്ര എണ്ണം കിട്ടി? നമുക്ക് 8 എണ്ണം തികച്ചും കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓക്കെ. ഇനി അടുത്ത നമ്പർ നമുക്ക് നോക്കാം. അടുത്ത നമ്പർ 110 ആണ്. 110. അപ്പോൾ നമുക്ക് 110നെ വെച്ചിട്ട് എങ്ങനെ ചെയ്ത് നോക്കാം? അപ്പോൾ 110 നമുക്ക് ഇരട്ട സംഖ്യ ആയതുകൊണ്ട് 2 × 55, അതായത് 110 ജസ്റ്റ് 2 കൊണ്ട് ഹരിച്ചു നോക്കിയാൽ 55 കിട്ടാൻ 2 × 5 10, 10 11 എന്നുമ്പോൾ ഈ 0 കിട്ടി. അപ്പോൾ 5 2 10. അപ്പോൾ 55 കിട്ടിയില്ലേ? 55 ഇവിടെ എഴുതി. ഇനി 2 × 55 നമുക്ക് എങ്ങനെ ആക്കി എഴുതാം? 55 33 ഒക്കെ കാണുമ്പോൾ 11ന്റെ ഗുണിതങ്ങളാണ് ഓർത്തിക്കണം. അപ്പൊ 2 × 5 × 11. ഇവര് എന്ത് സംഖ്യകളാണ്? ഇത് അഭാജ്യ സംഖ്യകളാണ്. ഇനി എന്ത് ചെയ്യണം? അഭാജ്യ സംഖ്യയുടെ ഗുണിതങ്ങൾ എഴുതണം. 2 × 5, 2 × 11, 5 × 11. അപ്പം 2 × 5 10, 2 × 11 22, 5 × 11 55. അപ്പം നമുക്ക് ഘടകങ്ങൾ എഴുതുമ്പോൾ ആദ്യം 1 സാറിന് എഴുതി, പിന്നെ 2, പിന്നെ 5, 10, 11, 22, 22 55. ലാസ്റ്റ് നമ്മൾ അതേ നമ്പർ 110. അങ്ങനെ എത്ര കിട്ടി? 1 2 3 4 5 6 7 8 നമ്പർ നമുക്ക് വീണ്ടും കിട്ടി. ഓക്കെ. ഇനി ലാസ്റ്റ് ഉള്ളത് നമുക്ക് എത്രയുള്ളത്? 130 കൂടി ഉണ്ട്. അപ്പൊ 130 കൂടി ആ ക്വസ്റ്റ്യൻസ് നമുക്ക് കഴിഞ്ഞു. 130 എന്താണ്? ഒരു ഇരട്ട സംഖ്യയാണ്. അപ്പൊ നമുക്ക് 2 × എത്രയാണ്? 130നെ 2 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കാം. 2 കൊണ്ട് ഹരിച്ചു നോക്കി. അപ്പൊ 12ല് 2 ഒന്നിൽ പോലെ 13ല് 13ലില്ല 12ലേ ഉള്ളൂ. ഈ 6 12 അപ്പൊ 12 കുറച്ചപ്പോൾ 1 കിട്ടി. പിന്നെ 0 താഴേക്ക് ഇറക്കിയിട്ടു. 10ല് 2 5 തവണ. അപ്പൊ നമുക്ക് 65 എന്ന് കിട്ടി. അപ്പൊ 2 × 65. ഇനി 2നെ അതേപോലെ എഴുതി 65നെ വീണ്ടും നമുക്ക് എന്താക്കി എഴുതാം? നമുക്ക് ഗുണിതങ്ങളാക്കി എഴുതണം. അപ്പൊ ഇത് 65 ഒരു ഒറ്റയാണ്. 6ഉം 5ഉം കൂട്ടിയപ്പോൾ 11. അത് 3ൽ പോവില്ല എന്ന് മനസ്സിലായി. അപ്പൊ പിന്നെ ആരുടെ അടുത്തേക്കേ പോകണ്ടുള്ളൂ? നമ്മൾ 5 കൊണ്ടേ പറ്റുള്ളൂ മനസ്സിലായി. അപ്പൊ നമുക്ക് 65നെ 5 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കാം. 1 × 5 5, 6 5 1, 5 താഴേക്ക് വന്നു. 15ല് 5 3 തവണ. അപ്പൊ 13 കിട്ടി അല്ലേ? അപ്പോൾ 13. അപ്പോൾ 2 × 5 × 13 ഇവരാണ് ഇവരുടെ അഭാജ്യ ഘടകങ്ങൾ. അഭാജ്യ ഘടകങ്ങൾ ആരാണ്? 2 × 5 × 13. ഇനി അവരുടെ ഗുണനഫലം കാണാം. ഇപ്പോൾ 2 × 5 ആദ്യം ചെയ്യണം.
പിന്നെ എന്ത് ചെയ്യണം? 2 ഇൻറ്റു 13 ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം? 5 ഇൻറ്റു 13 ചെയ്യണം. അപ്പോൾ 2 ഇൻറ്റു 5 10. 2 ഇൻറ്റു 13 എന്ന് പറഞ്ഞാൽ 26 എന്ന് കിട്ടും. 13 ഇൻറ്റു 5 നമ്മളിവിടെ 13 ചെയ്തിട്ടുണ്ട്. 65 5 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് 13 കിട്ടും. അപ്പോൾ ഈ 13 5 കൂടി ഹരിക്കുമ്പോൾ 65 കിട്ടും. അപ്പോൾ ഇവിടെ 65. നമുക്ക് ഘടകങ്ങൾ എഴുതുമ്പോൾ ആദ്യം 1 എഴുതി, പിന്നെ 2 ഉണ്ട്, 5 ഉണ്ട്, 10 ഉണ്ട്, 13 ഉണ്ട്, 26 ഉണ്ട്, 65 ഉണ്ട്, 130 ഉണ്ട്. ഇങ്ങനെ 8 ആളെ നമുക്ക് കിട്ടി. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് അഭാജ്യ സംഖ്യകൾ. നമ്മൾ കണ്ടതാണല്ലേ അഭാജ്യ സംഖ്യകളെ കുറിച്ചിട്ട്. അഭാജ്യവും ഭാജ്യവും ഒക്കെ എന്താ നമുക്ക് അറിയണതാണ്. ഒന്നും കൂടി മനസ്സിലാക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ അഭാജ്യ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2, 3, 5, 7, 11. ഇവരൊക്കെ എന്താണ്? ഇവരൊക്കെ അഭാജ്യ സംഖ്യകൾ പെട്ടതാണ്. 2ഉം 5ഉം ഇവരൊക്കെ. സെക്കൻഡ്. ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ടീച്ച് പോയിന്റ് ക്ലാസ്സസ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ടത് അഭാജ്യ സംഖ്യകളെ കുറിച്ചിട്ടാണ്. അഭാജ്യ സംഖ്യകൾ നമ്മൾ പഠിച്ചതല്ലേ? യെസ്, അഭാജ്യവും ഭാജ്യമൊക്കെ നമ്മൾ പഠിച്ചതാണല്ലേ? അപ്പോൾ 2ഉം 3ഉം 5ഉം 7ഉം 11ഉം ഒക്കെ എന്താണ്? എല്ലാം അഭാജ്യ സംഖ്യകളാണ്, നമുക്ക് അറിയേണ്ടതാണ് ആണല്ലേ? യെസ്. ഇനി അപ്പോൾ ഒന്നല്ലേ, ഈ ഏതൊരു അഭാജ്യ സംഖ്യ നോക്കിയാലും അതിൽ പാവം നമ്മൾ 2 മാത്രമേ ഉള്ളൂ. അവിടെ എന്തായിട്ടുള്ളൂ? അവിടെ ഒരു ഇരട്ടയായിട്ടുള്ളൂ, ഒരു ഇരട്ടക്കുട്ടിയായിട്ട് ഇരിക്കുന്നത്. ആകെ അഭാജ്യ സംഖ്യയുടെ ഒരു ഇരട്ടക്കുട്ടിയായിട്ട് ഇരിക്കുന്നത് പാവം നമ്മുടെ 2 മാത്രമാണ് കേട്ടോ. ഈ 2 മാത്രമാണ് അഭാജ്യ സംഖ്യയായിട്ട് ഇരിക്കുന്നത്. ബാക്കി എല്ലാ അഭാജ്യ സംഖ്യ നോക്കിയാലും എല്ലാവരും ഒറ്റ സംഖ്യകളാണ്. 2 മാത്രം ഇവിടെ പെട്ടു. ഓക്കെ, ഇനി നമുക്ക് പറയുകയാണെങ്കിൽ നമുക്കിതാ കുറച്ച് അഭാജ്യ സംഖ്യകളെ കാണണം. അതായത് ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 1 മുതൽ 50 വരെയുള്ള സംഖ്യകളുടെ അങ്ങനെ നിറയായിട്ട് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിൽ അഭാജ്യ സംഖ്യകൾ ഏതെല്ലാന്ന് കണ്ടെത്താനാണ് കേട്ടോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം ഒന്ന് പിന്നെ ഒരു സ്പെഷ്യൽ കേസാണ്. നമുക്ക് ഇവിടെ അവിടെയും കൂട്ടണ്ട. നമ്മളിവിടെ കിട്ടും. 2 ഒരു അഭാജ്യമാണ്, നമുക്കറിയാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? എന്നിട്ട് നമ്മൾ 2ന്റെ ഗുണിതങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞു. 2ന്റെ ഗുണിതങ്ങൾ പറഞ്ഞാൽ എന്താണ്? ഗുണന പട്ടികയിൽ വരുന്നത് ഇത് 4 പോയി, 6 പോയി, 8 പോയി, 10 പോയി, അങ്ങനെ പോയിട്ട് ഈ 2ന്റെ ഗുണിതങ്ങളൊക്കെ പോവാം. 2ന്റെ ഗുണിതങ്ങൾക്ക് പോകുമ്പോൾ ഇങ്ങനെ വരും. 1 പോയി, 4, 6, 8, 10, 12, 14, ഇടവിട്ട് എല്ലാവരും പോയി, 50 വരെ പോയി. ഇടയിൽ ഈ സംഭവം ഇങ്ങനെ കുറച്ച് പേരുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? അടുത്തത് 3 ഒഴിവാക്കിയിട്ട് 3ന്റെ ഗുണിതങ്ങൾ എല്ലാവരും കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ എങ്ങനെ വന്നു? 3 ഒഴിവാക്കി. 3ന്റെ ഗുണിതം പറഞ്ഞാൽ 3ന്റെ ഗുണന പട്ടികയിൽ വരുന്നവരൊക്കെ 3, 1, 3, 3 വിട്ടു. 2, 3, 6, 3, 9, 4, 3, 12, 5, 15, അങ്ങനെ 18, 21, 24 ഇവരൊക്കെ പോയി. അപ്പൊ ബാക്കി കുറച്ച് പേരായി അല്ലേ? ഇനി കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ ബാക്കി നമുക്ക് എന്ത് ചെയ്യണം? അടുത്തത് 4ആണ്. 4 നമ്മൾ ഓൾറെഡി വെട്ടിക്കളഞ്ഞതാണ് അല്ലേ? ഇവിടെ നമ്മൾ 2ന്റെ ഗുണിതത്തിൽ നമ്മൾ 4 വെട്ടിക്കളഞ്ഞതാണ്. ഇനി 4ന്റെ ഗുണിതങ്ങളിൽ വെട്ടാത്ത അവരുണ്ടാവില്ലേ? ഒരു 4, ഈ 4 8 വെട്ടിയിട്ടുണ്ട്, 3 4 12 വെട്ടിയിട്ടുണ്ട്, 4 16 വെട്ടിയിട്ടുണ്ട്. അങ്ങനെ വെട്ടാത്തവരെ വീണ്ടും വെട്ടി. പിന്നെ 5ന്റെ ഗുണിതങ്ങൾ. 5ന്റെ ഗുണിതം അല്ല, 5 അല്ലാത്ത 5ന്റെ ഗുണിതങ്ങൾ, അതായത് 10, 15, 20, 25, 30, 35, 40 അവരൊക്കെ വെട്ടിക്കളഞ്ഞു. അങ്ങനെ പിന്നെ 7 അല്ലാത്ത 7ന്റെ ഗുണിതങ്ങൾ എല്ലാവരും വെട്ടിയ കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള വരുന്ന ആ നമ്പേഴ്സ് അല്ലേ? പാവം ബാക്കിയുള്ള വരുന്ന നമ്പേഴ്സ് ഒക്കെയാണ് നമ്മുടെ അഭാജ്യ സംഖ്യകൾ. അതായത് 2, അതുപോലെ 3, അതുപോലെ 5, 7, 11, പിന്നെ അങ്ങനെ പോയിട്ട് 19, ഇവിടെ 13 ഉണ്ട്, 13, പിന്നെ ഈ റോളൊന്നുമില്ല. പിന്നെ 31, ഇവിടെ 29 ഉണ്ട്, 29, 37, 41, 43, 47. ഇവരാണ് 50 വരെയുള്ള 1 മുതൽ 50 വരെയുള്ള അഭാജ്യ സംഖ്യകൾ. 2, 3 ഇവർ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അതില് 50-50നേക്കാൾ ചെറിയ അഭാജ്യ സംഖ്യകൾ. ഇനി നമ്മൾ ചോദിച്ചിരിക്കുന്നത് 100നേക്കാൾ ചെറിയ അഭാജ്യ സംഖ്യകളെല്ലാം കണ്ടുപിടിക്കുക. ഇവയിൽ വ്യത്യാസം 2ആയ ജോഡികൾ എടുത്തെഴുതാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 1 മുതൽ 100 വരെ നേരത്തെ എഴുതണം. അതറിയാത്തവർ ആരും ഉണ്ടാവില്ലല്ലോ. ഇങ്ങനെ 1 മുതൽ 100 വരെ ഇങ്ങനെ എഴുതാം. അത് നിങ്ങൾക്കൊക്കെ അറിയണ്ടായിരിക്കും അല്ലേ?
ഓക്കെ. എന്നിട്ട് നമ്മൾ ആദ്യം ഇപ്പം നമ്മൾ ചെയ്ത പോലെ തന്നെ ഇപ്പോൾ ചെയ്ത അതേപോലെയാണ് ഇവിടെ ചെയ്യേണ്ടത്. വേറെ പ്രത്യേകതയില്ല. നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ആദ്യം ഒന്നിനെ നമ്മൾ വെട്ടി, ഒന്നിനെ വെട്ടി, പിന്നെ രണ്ട് അവിടെ നിർത്തിയിട്ട് രണ്ടിന്റെ ഗുണിതങ്ങളെല്ലാം വെട്ടി. അപ്പോൾ നമുക്ക് രണ്ടിന്റെ ഗുണിത പട്ടിക ചൊല്ലി വെക്കാം, അല്ലെങ്കിൽ ഇടപെട്ട് 4 വെട്ടി, പിന്നെ 5 6 വെട്ടി, 7 8 വെട്ടി, 9 10 വെട്ടി, 11 12 വെട്ടി, 13 14 വെട്ടി, 15 16 വെട്ടി, 17 18 വെട്ടി, 19 20 വെട്ടി, 21 22 വെട്ടി, 23 24 വെട്ടി, 25 26 വെട്ടി, 27 28 വെട്ടി, 30 വെട്ടി. നല്ല രസമുണ്ടല്ലേ വെട്ടി കളിക്കാൻ. അടുത്തത് 32 ടിഷ്, 34 ടിഷ്, 36 ടിഷ്, 38 ടിഷ്, 40 ടിഷ്. അടുത്ത ടിഷ് നമുക്ക് താഴേക്ക് വലിക്കട്ടെ. ഓക്കെ, ഇനി 40 വരെ നമ്മൾ കഴിഞ്ഞു. ഇനി 42 ടിഷ്, 44 ടിഷ്, 46 48 50, ഇങ്ങനെ 52 54 56 58 60. ഇടപെട്ട് ഇങ്ങനെ ചെയ്യാം. 62 64 66 68 70. ഇങ്ങനെ ചെയ്യാൻ ഇവരൊക്കെ ചെയ്തു. പിന്നെ ഇത് 3 പിന്നെ 4 ചെയ്തു, പിന്നെ 6 ചെയ്തു, പിന്നെ 8 ചെയ്തു, പിന്നെ 10 ചെയ്തു. അപ്പോൾ രണ്ടിൻ്റെ ഗുണിതങ്ങളൊക്കെ പോയി. ഇനി നമുക്ക് നോക്കേണ്ടത് 3 വിട്ടിട്ട് 3ൻ്റെ ഗുണിതങ്ങളൊക്കെ വെട്ടിക്കളയണം. അപ്പോൾ നമുക്ക് 3ൻ്റെ ഗുണിതം 3 നമ്മുടെ ഇടവിട്ട് നമുക്കൊരു വേറെ കളർ എടുക്കാം. അപ്പോൾ 3 അല്ലെങ്കിൽ ഒരു 3 3 ഈ 3 6 6 ഇവിടെ ഉണ്ട്, 6 ഇവിടെ വെട്ടുണ്ട്, 3 9. അപ്പോൾ ഈ 9നെ വെട്ടി, 9നെ വെട്ടി. പിന്നെ 12 ഓൾറെഡി വെട്ടിയതാണ്. പിന്നെ 15 വെട്ടി. പിന്നെ 18 ഓൾറെഡി ഇവിടെ വെട്ടിയതാണ്. ഇനി 21 വെട്ടി. അത് 3ൻ്റെ ഗുണിതങ്ങൾ ഇങ്ങനെ നോക്കി. 21 കൂടി പിന്നെ 3 ചാടുക. 1 2 3 24 വെട്ടിയതാണ്. പിന്നെ 1 2 3 വെട്ടി, 1 2 3 വെട്ടിയതാണ്. 1 2 3 പിന്നെ 1 2 ഇങ്ങനെ ചാടും. ഇവിടെ നിന്ന് വെട്ടിയെടുത്ത് പിന്നെ 3 ചാടും. 3 വെട്ടിയപ്പോൾ 3 ചാടും. 36 വെട്ടിയതാണ്. അടുത്ത 3 ചാടുക. 1 2 3 39 വെട്ടി. പിന്നെ 1 2 3 52 വെട്ടിയതാണ്. കുറച്ച് മുകളിലേക്ക് എടുക്കട്ടെ. ഇനി 42 കഴിഞ്ഞിട്ട് അടുത്തത് 3 1 2 3 45 വെട്ടി. പിന്നെ 1 2 48 വെട്ടിയതാണ്. 1 2 3 51 വെട്ടി. 1 2 3 54 വെട്ടിയതാണ്. 1 2 3 57 വെട്ടി. 1 2 3 60 വെട്ടിയതാണ്. 1 2 3 63 വെട്ടി. 1 2 3 66 വെട്ടിയതാണ്. 1 2 3 69 വെട്ടി. 1 2 3 72 വെട്ടിയിട്ടുണ്ട്. 1 2 3 75 വെട്ടി. 1 2 3 78 വെട്ടിയിട്ടുണ്ട്. 1 2 3 81 വെട്ടി. കുറച്ച് താഴേക്ക് വരട്ടെ കേട്ടോ. 81ൻ്റെ അവിടെ തുടങ്ങണേ. 81 വെട്ടിയിട്ടുണ്ട്. 1 2 3 84 വെട്ടിയിട്ടുണ്ട്. 1 2 3 87 ഇതാ വെട്ടി. 1 2 3 90 ഇതാ വെട്ടിയിട്ടുണ്ട്, ഓൾറെഡി വെട്ടിയിട്ടുണ്ട്. 1 2 3 93 വെട്ടി. 1 2 3 96 വെട്ടിയിട്ടുണ്ട്. 1 2 3 അങ്ങനെ 3ൻ്റെ കാര്യം ഓക്കെ തീരുമാനമാക്കി നമ്മൾ അല്ലേ. ഇനി 4ൻ്റെ കേസിലേക്ക് എടുക്കാം. ഇനി 4ൻ്റെ ഇവിടെ ഒരുവിധം ഒക്കെ നമ്മൾ വെട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. 4ൻ്റെ വെട്ടാൻ ഒരു 4 വെട്ടിയിട്ടുണ്ട്. അപ്പോൾ 4 ചാടുക. ഇവിടെ 4 ഇടുക. 1 2 1 2 3 4 8 വെട്ടിയിട്ടുണ്ട്. പിന്നെ അടുത്തത് 12 വെട്ടിയിട്ടുണ്ട്. പിന്നെ 16 വെട്ടിയിട്ടുണ്ട്. 20 വെട്ടിയിട്ടുണ്ട്. 24 വെട്ടിയിട്ടുണ്ട്. അങ്ങനെ 4ൻ്റെ ഗുണിതങ്ങളൊക്കെ നമ്മൾ ഇവിടെ വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി 5 അല്ലാത്ത 5ൻ്റെ ഗുണിതങ്ങൾ 5 അല്ലാത്ത 5ൻ്റെ ഗുണിതങ്ങളൊന്ന് വെട്ടി നോക്കാം. 5 അവിടെ ഇരിക്കട്ടെ. ഞാൻ 5ൻ്റെ ഗുണിതങ്ങൾ 10 വെട്ടിയിട്ടുണ്ട്. 15 വെട്ടിയിട്ടുണ്ട്. 20 വെട്ടിയിട്ടുണ്ട്. 25 ഇതാ ഇവിടെ ഇടയിൽ ഒളിഞ്ഞിരിക്കുന്ന നമ്മൾ വെട്ടിയിട്ടുണ്ടോ? ഇല്ല. 25നെ വെട്ടിക്കൊടുക്കാം. പിന്നെ 30 ഇങ്ങനെ താഴേക്ക് നോക്കിയാൽ മതി. 10ൻ്റെ ഗുണിതങ്ങളൊക്കെ വെട്ടിയിട്ടുണ്ട്. പിന്നെ 5ൻ്റെ ഗുണിതങ്ങൾ 5 15 25 25 35 45 55 പിന്നെ നമ്മൾ 65 ഒളിഞ്ഞിരിക്കുന്നത് ഇവിടെ 85 95. അപ്പോൾ നമ്മൾ ഇവരൊക്കെ വെട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇനി ബാക്കി വെട്ടാതിരിക്കുന്നവരില്ലേ, അവരാണ് നമ്മുടെ 1 മുതൽ 100 വരെയുള്ള പ്രൈം നമ്പേഴ്സ്, അല്ലാതെ നമ്മൾ അഭാജ്യ സംഖ്യകൾ. ഓക്കെ, ഇനി അവരെ മാത്രം നമുക്കൊന്ന് എടുത്ത് എഴുതുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ വരും? നിങ്ങൾ ഇതേപോലെ വെട്ടിയിട്ട് എടുത്ത് എഴുതാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ എഴുതി കാണിച്ചു തരാം. അവരാണ് ആദ്യം നമുക്ക് കിട്ടിയിരിക്കുന്നത് 2.
2, പിന്നെ 3, 5, 7, 11, 13 ഉണ്ട്. പിന്നെ ആ വെട്ടാതിരിക്കണം മാത്രം എഴുതാം കേട്ടോ. 17, 19, 23, 29, 31, 37, 41, 43, 47, 53, 59, 61, 67, 71, 73, 79, 83, 89, 97. ഇത്രയുമാണ് നമ്മൾ എന്ത് 97 100 വരെയുള്ള നമ്മുടെ എന്ത് സംഖ്യകൾ, നമ്മുടെ അഭാജ്യ സംഖ്യകൾ. ഈ നമ്മളിവിടെ രണ്ട് വ്യത്യാസമായ ജോഡികളായിട്ട് എഴുതാൻ പറ്റണം. അതായത് ഇവിടെ എല്ലാ രണ്ടിലും വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ 3ഉം 2ഉം തമ്മിൽ വ്യത്യാസം 1 പക്ഷെ 3ഉം 5ഉം 2 സോറി 2ഉം 3ഉം വ്യത്യാസം 1, 3ഉം 5ഉം 2 5ഉം 7ഉം തമ്മിൽ 2 വ്യത്യാസമാണ്. 7ഉം 11ഉം തമ്മിൽ 2 വ്യത്യാസമല്ല. അപ്പൊ നമുക്ക് അങ്ങനെ 2 വ്യത്യാസങ്ങളുള്ളവർ മാത്രം ചൂടുകൾ എഴുതും. നമുക്ക് ചൂടുകളൊക്കെ എഴുതാം. ആദ്യം 3ഉം 5ഉം, കാരണം 3ഉം 2ഉം 5. അടുത്തത് 5ഉം 7ഉം, 5ഉം 2ഉം 7. അടുത്തത് 11ഉം 13ഉം, 11ഉം 2ഉം 13 ഉള്ളത്. അടുത്തത് നിങ്ങൾ നോക്കുമ്പോൾ നമുക്ക് 17ഉം 19ഉം ഒക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അടുത്തത് ഇങ്ങനെ 29 ഒക്കെ ഉണ്ട്. 29ഉം 31ഉം. അടുത്തത് പിന്നെ 37 എന്നല്ല, പിന്നെ 41ഉം 43ഉം. കാരണം ഇത് കുറയ്ക്കുമ്പോൾ 2 കിട്ടണം, അല്ലെ ഇത് കൂടി 2 കൂട്ടിയാൽ ഇത് കിട്ടുക കേട്ടോ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഇങ്ങനെ വരുന്നില്ല. 59ഉം 61ഉം. അടുത്തത് ഇവരൊന്നുമില്ല. 71ഉം 73ഉം. 71ഉം വേറെ ആരും ഇവര് പിന്നെ ബാക്കിയുള്ളവരൊക്കെ 2 വ്യത്യാസം ഇല്ലാത്തവരാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് അതിൽ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. അപ്പോൾ രണ്ടാമത്തെ നോക്കാം. 2 എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലം അഭാജ്യ സംഖ്യ ആകുമോ? 2 എണ്ണൽ സംഖ്യ അവരുടെ ഗുണിതങ്ങള് അഭാജ്യ സംഖ്യകളാകുമോ എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് അഭാജ്യ സംഖ്യ എടുക്കുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 2ഉം 3ഉം എടുത്തു. അപ്പൊ നമ്മൾ 2ഉം 3ഉം എടുക്കുമ്പോൾ 2 × 3 എന്ന് എഴുതുമ്പോൾ അത് എന്താ വരിക? അത് 6 വരിക അല്ലേ? അതെന്താണ് 6? എന്താണ് 6? ഒരു ഭാജ്യ സംഖ്യയാണ്. അപ്പോൾ നിങ്ങൾ ഏതെടുത്ത് നോക്കിയാലും ഇപ്പൊ 1 നോക്കേ, 1 × 2 എന്ന് എഴുതിയാൽ 1ന് അതേ നമ്പർ കൂടി ഇടുകയാണെങ്കിൽ നമുക്ക് അത് കിട്ടും. അല്ലെങ്കിൽ ഏതൊരു എണ്ണൽ സംഖ്യ എടുത്താലും നമുക്ക് അഭാജ്യ സംഖ്യ കിട്ടണമെങ്കിൽ നമുക്ക് അവിടെ കിട്ടുമോ? ഇല്ല. നമുക്ക് കിട്ടണമെങ്കിൽ അവിടെ എന്ത് വേണം? അവിടെ നമുക്ക് 1 കൊണ്ടാണെങ്കിൽ ഓക്കെ കിട്ടും. ഓക്കെ, അല്ലാതെ നമുക്ക് കിട്ടില്ല. അപ്പൊ നമുക്ക് പറയാം 2ഉം 1-ലധികമുള്ള സംഖ്യകളാണെങ്കിൽ നമ്മൾ എടുക്കണ ഈ 2 എണ്ണൽ സംഖ്യകളും 1-ലധികമുള്ള സംഖ്യകൾ, 1-നേക്കാൾ കൂടുതലുള്ള സംഖ്യകളാണെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുക? നമുക്ക് അഭാജ്യ സംഖ്യ കിട്ടില്ല. ഓക്കെ, നമുക്ക് മനസ്സിലായി. അപ്പൊ ഇവിടെ ആകുമോ എന്ന് ചോദിച്ചാൽ ആകോ ഇല്ല എന്നാണ്. അപ്പൊ നമുക്ക് ആകോ വെച്ചാൽ ഇല്ല എന്ന് പറയാം, ഇല്ല എന്ന് പറയാം. ഓക്കെ, ഈ 2 അഭാജ്യ സംഖ്യകളുടെ തുക അഭാജ്യ സംഖ്യ ആകുമോ? തുക എന്ന് പറഞ്ഞാല് അതായത് ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 2 ഒരു അഭാജ്യ സംഖ്യയാണ്, 3 ഒരു അഭാജ്യ സംഖ്യയാണ്. കൂട്ടുമ്പോൾ എത്ര കിട്ടി? 5 കിട്ടി. 5ഉം എന്താണ്? അഭാജ്യ സംഖ്യയാണ്. അപ്പൊ ആകുമോ? അപ്പൊ ചാടിക്കേറി പറയാം ആകും. 2ഉം എന്താണ്? ആകും എന്ന് പറയാം അല്ലേ? എന്താണ്? 2 അഭാജ്യ സംഖ്യകളുടെ തുക അഭാജ്യ സംഖ്യ ആകും. ഓക്കെ, ആണ് എക്സാമ്പിൾ ആണ്, ഇതും കൂടി കാണിക്കാം. അപ്പോൾ ഇതോടെ നമ്മളെ ഈ ചാപ്റ്റർ ശുഭം കഴിഞ്ഞു അല്ലേ? യെസ്, അതോടെ നമ്മൾ ഈ 1ാം ഭാഗം കഴിഞ്ഞു. അപ്പോൾ അടുത്ത ഭാഗമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം, അടുത്തൊരു പുതിയൊരു ചാപ്റ്ററായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് പോണേ. നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യുക. ഓക്കെ, ബൈ.